ജോലി റിസൈൻ ചെയ്തത് അതെടുത്തതൊരു റിസ്ക് തന്നെയാണ്, ഇല്ലെന്ന് ഞാൻ പറയില്ല. കാരണം അന്നത് എനിക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇവരൊക്കെ ഉണ്ടായിരുന്നുകൊണ്ടാണ് എനിക്ക് ചെയ്യാൻ പറ്റിയത്. ദേവുവിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ അവളുടെ ഒരു 10 വയസ്സുകാരുടെ മെച്യൂരിറ്റി അല്ല ആ കുട്ടിയുടേത്. ഉണ്ണിക്ക് ഇമോഷൻസ് ഹോൾഡ് ചെയ്യാൻ അറിയില്ല, ഹൈഡ് ചെയ്യാൻ അറിയില്ല ഉണ്ണിക്ക്. ഉണ്ണി അത് പ്രകടിപ്പിക്കുന്ന ആളാണ്. പൃഥ്വിരാജ് രാജുവേട്ടൻ ഡ്രീമാണ് എനിക്ക്. രാജുവേട്ടൻ്റെ പടം ഒരു രാത്രി കൂടി വിടവാങ്ങവേ. ഞാൻ ഈ അടുത്ത് എനിക്കൊന്ന് ഫേസ്ബുക്കിലാണ് തോന്നുന്നു കണ്ടത്, ഏട്ടനെ കുറിച്ചിട്ടൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് വളരെ ആക്സിഡൻ്റലായിട്ട് അത് ഈ മാസം തന്നെ ആയിരുന്നു തോന്നുന്നു. ഈ മാസം ഇൻ ദ സെൻസ് ജൂണിലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഷെയ്ഡ് പലയിടത്തും വന്നിട്ടുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ സൈ ചേട്ടൻ്റെ ക്യാരക്ടേഴ്സിൽ അതിൽ അഭിലാഷും ഉണ്ട് ഏട്ടനും ഉണ്ട്, രണ്ടുപേരും ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. അത് എത്രത്തോളം എൻ്റെ ഒരു ഒബ്സർവേഷൻ അല്ല, അത് കറക്റ്റാണ്. ഞാനത് തന്നെയാണ് ആ സീനിൽ എഴുതിയേക്കുന്നത്. കാരണം ചേട്ടൻ മരിച്ച് ചേട്ടൻ്റെ ബോഡി കൊണ്ട് വീട്ടിൽ കിടത്തുമ്പം ഞാൻ എങ്ങനെ നോക്കിയിരുന്നു അതേപോലെയാണ് കല്ലു സഹിച്ചേട്ടനെ നോക്കിയിരിക്കുന്നത്. ഞാൻ ആ സീൻ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് മോണിറ്ററിൽ കണ്ട് സ്പോട്ട് എഡിറ്ററുടെ അത് വീണ്ടും കാണുമ്പം ഞാൻ എന്നെ തന്നെ റിയലൈസ് ചെയ്യും, ഞാൻ തന്നെ അല്ലേ അത്, ഞാനല്ലേ നിൽക്കുന്നത്. കാരണം അത് സിനിമ തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ എനിക്കതേ ഫീൽ കിട്ടിയിട്ടുണ്ട്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഞാനതെൻ്റെ റിയൽ ലൈഫിൽ കണ്ടിട്ടുള്ളതുകൊണ്ടും ഞാൻ അനുഭവിച്ചുള്ളതുകൊണ്ടാവാം എനിക്കത് സ്ക്രീൻ പ്ലേയിൽ കറക്റ്റായിട്ട് എഴുതി കൊടുക്കാൻ പറ്റി. അതിനെ വളരെ ഭംഗിയായിട്ട് അവർ ഷൂട്ട് ചെയ്തു, വളരെ ഭംഗിയായിട്ട് അവർ മേക്ക് ചെയ്തു, ചിലർ നന്നായി അഭിനയിച്ചു. അപ്പോൾ അത് എന്നെ സംബന്ധിച്ച് എൻ്റെ പാർട്ട് ഓഫ് മൈ ലൈഫ് ഇന്ന് ചേട്ടൻ്റെ ഒരു നഷ്ടം ഞാൻ ഇന്നും ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ എനിക്കൊരുപാട് കൂടപ്പിറപ്പുകൾ ഇന്നുണ്ട്. എന്ന് വെച്ചാൽ എൻ്റെ അമ്മയുടെ വയറ്റിൽ ജനിച്ച അല്ലെങ്കിൽ പോലും എനിക്ക് കൂടപ്പിറപ്പുകളായിട്ട് കുറേ പേരുണ്ട്. പക്ഷെ ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും ചേട്ടൻ്റെ ഒരു ആബ്സെൻസ് അത് ആബ്സെൻസ് തന്നെയാണ്, ചേട്ടനില്ല എന്ന് പറയുന്നത്. കാരണം പണ്ട് എന്ത് വിഷമമുണ്ടെങ്കിലും അപ്പം തന്നെ ഫോൺ വിളിച്ച് എനിക്ക് അപ്പുറത്ത് സംസാരിക്കാൻ ചേട്ടനുണ്ടായിരുന്നു. നീ ധൈര്യമായിട്ടില്ലടാ ഞാനുണ്ട് കൂടെ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ധൈര്യം തന്നുള്ള പണ്ട് ചേട്ടനാണ് പഠിക്കുന്ന സമയത്തൊക്കെ. ആ ചേട്ടൻ ഇല്ലാതായി കഴിഞ്ഞിട്ടുള്ള ഒരു സ്ട്രഗിൾ പീരീഡ്, ഈ ഒരു കുറേ വർഷങ്ങൾ, ആ ശൂന്യത, ഞാൻ ഒറ്റയ്ക്കിരുന്ന് ഇന്നും കരയുന്ന ആളാണ്. കാരണം എനിക്ക് ആ ഒരു നിമിഷമെങ്കിലും ദൈവം ഒന്ന് കണ്ണടച്ചിരുന്നെങ്കിൽ, ചേട്ടൻ അങ്ങനെ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അപ്പം എൻ്റെ ആ നഷ്ടം അത് എൻ്റെ മാത്രം നഷ്ടമാണ്. കാരണം അമ്മയ്ക്ക് ഒരു മകൻ നഷ്ടമായി, പക്ഷെ ഒരു മകനുണ്ടായിരുന്നു. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് ഇനിയൊരു കൂടപ്പിറപ്പ് അന്നില്ല. ഞങ്ങൾ 2 ആൺമക്കളായിരുന്നു. അപ്പം എന്നെ സംബന്ധിച്ച് അത് ഇന്നും എൻ്റെ ലൈഫിൽ വലിയ നഷ്ടമാണ്. ഇപ്പോൾ ജൂൺ 26 ജൂൺ വരുമ്പം തന്നെ എനിക്ക് പേടിയാണ്. ജൂൺ 26 എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ ഞാൻ പേടിക്കുന്ന ദിവസമാണ് ജൂൺ 26. ചേട്ടൻ്റെ ആ മരണം സംഭവിച്ചു എന്ന് ആദ്യം വിളിച്ചറിയിക്കുന്നത് തന്നെയാണ്. എനിക്ക് വന്ന ഫോൺ കോൾ, എനിക്ക് ആ രാത്രി 7 മണി 7:30 എന്ന് പറഞ്ഞ സമയം എനിക്കിന്നും പേടിയാണ്. ചേട്ടൻ്റെ സുഹൃത്താണ് എന്നെ വിളിച്ചിട്ട് നീ എവിടെയാണെന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ വീട്ടിലുണ്ട്, അമ്മയും അച്ഛനൊക്കെ എവിടെയാണ് ചോദിക്കുന്നത്, അവരുണ്ട്, നീ ഒന്ന് പുറത്തേക്ക് പോകാമെന്ന് പറഞ്ഞു. ഞാൻ പുറത്ത് വരുമ്പം ഫോണിൽ എൻ്റെ അടുത്ത് പറയുന്നത്, എടാ അവൻ പോയി എന്ന് പറഞ്ഞു. എനിക്കിവിടെ നിന്ന് മനസ്സിലായില്ല, എന്താ നീക്കുമ്പോഴത്തേക്ക് പറയുന്നത്, ഇല്ലടാ അത് അനീഷ് മരിച്ചു എന്ന് പറഞ്ഞു. ഇന്നും എൻ്റെ ചെവിയിലുണ്ട് അന്ന് വിഷ്ണു എന്ന് പറയുന്ന ചേട്ടൻ്റെ സുഹൃത്ത് വിളിച്ചത് പറയുന്നത്. ഞാൻ ഇന്നും എനിക്ക് പലപ്പോഴും ഞാൻ കിടന്ന് ഉറങ്ങുമ്പോൾ എനിക്ക് അതേ സാധനം ഞാൻ വീണ്ടും കേൾക്കും. ഞാൻ പേടിച്ചാൻ എഴുന്നേക്കാറുണ്ട്. ഇന്ന് എനിക്ക് തോന്നുന്നു മേ ബി എൻ്റെ മരണം വരെ എനിക്കത് ഇങ്ങനെ എന്നെ ഹോണ്ട് ചെയ്യുന്ന ഒരു മെമ്മറി ആയിരിക്കും ചേട്ടൻ്റെ നഷ്ടം. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ കൂടെ ഉണ്ട്. ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് ഞാൻ ഒറ്റയ്ക്ക് വണ്ടിയെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ഞാൻ വെറുതെ സംസാരിക്കും. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ചോദിച്ചിട്ട് വെറുതെ, ഇപ്പോൾ ചേട്ടൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെ സംസാരിക്കും ഞാൻ. മേ ബി അത് എൻ്റെ വട്ടാവാം, എൻ്റെ പ്രശ്നമാവാം. ഞാൻ എൻ്റെ ഫോണിൽ ഇപ്പോഴും ചേട്ടൻ്റെ നമ്പർ ഞാൻ സേവ് ചെയ്തിട്ടിട്ടുണ്ട്. കാരണം വേറെ ഒന്നുകൊണ്ടല്ല, ചേട്ടൻ എവിടെയോ ജോലി ചെയ്യുന്നു, ഇവിടെ ഇല്ല, കുറേ വർഷമായിട്ട് വന്നിട്ടില്ല, എന്നെങ്കിലും വരുമായിരിക്കും. അങ്ങനെ ചിന്തിച്ചിരിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഞാൻ പലപ്പോഴും അതൊക്കെ ഓവർകം ചെയ്യുന്നത് എൻ്റെ കൂടെയുള്ളവരൊക്കെ എന്നെ ട്രീറ്റ് ചെയ്യുന്ന നീ ഞങ്ങളുടെ കൂടപ്പിറപ്പാടാകുന്ന, ഇപ്പോൾ രഞ്ജനാണെങ്കിലും വിഷ്ണു ആണെങ്കിലും ഇവരൊക്കെ എന്നെ അങ്ങനെ കാണുമ്പോൾ കുഴപ്പമില്ല, ഒരാൾ പോയെങ്കിലും കുറേ പേരുണ്ടല്ലോ കൂടെ എന്ന് ഞാൻ ചിന്തിക്കും. പിന്നെ ഞാൻ പറഞ്ഞില്ല, പിന്നെ അതൊക്കെയാണ്. കാരണം എന്നെ അത് വളരെ ടച്ച് ചെയ്തു ആ പോസ്റ്റ്. കുറേ കാര്യങ്ങൾ പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് പോയി, അതൊക്കെ ഞാൻ നന്നായി ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് ആ പോസ്റ്റ് കണ്ട് ഒരുപാട് പേര് എന്നെ വിളിച്ച് ചോദിച്ചിരുന്നു, ചേട്ടൻ എന്താണ് തന്ന സമ്മാനം, എന്താണ് തുറക്കുക, ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു. അപ്പം എന്നെ സംബന്ധിച്ച് ചേട്ടൻ എഴുതി വെച്ചിരുന്ന കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അതിലാദ്യത്തെ കാര്യമായിരുന്നു അമ്മയും അച്ഛനെയും ഹാപ്പി ആയിട്ട് നോക്കണമെന്ന്. അത് ഞാൻ ഇന്നും അതങ്ങനെ തന്നെ കണ്ടിട്ടുണ്ട്. ചേട്ടൻ അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു അശ്വതിനെ കല്യാണം കഴിക്കണമെന്ന്. ഞാനത് ചെയ്തിട്ടുണ്ട്. നിൻ്റെ സ്വപ്നം എന്താണെന്നൊക്കെ എനിക്കറിയാം, പക്ഷെ നീ പഠിച്ച് ഒരു ജോലി കിട്ടിയതിന് ശേഷം മാത്രമേ അതിലേക്ക് പോകാവൂ.
ഞാൻ MBA പഠിച്ച് കംപ്ലീറ്റ് ചെയ്തു, ഞാൻ ജോലി എടുത്തു. 3 വർഷത്തോളം ജോലി ചെയ്തതിന് ശേഷമാണ് ഞാൻ അത് വിടുന്നത്. അതിനുശേഷം ചേട്ടൻ എനിക്ക് തന്നിട്ട് പോയ കുറേ കാര്യങ്ങളുണ്ട്, അതൊക്കെ ഇന്ന് ഞാൻ സൂക്ഷിച്ച് അങ്ങനെ തന്നെ കൊണ്ടു നടക്കുന്നുണ്ട്, ചേട്ടൻ തന്ന കാര്യങ്ങളൊക്കെ. അപ്പം ഈ അടുത്ത സമയത്ത് ഇപ്പം ഈ ചേട്ടൻ്റെ ഞാൻ ആ പോസ്റ്റ് ഇട്ടതിന് ശേഷം ഈ സ്കെച്ച് ചെയ്യുന്ന കുറച്ച് കുട്ടികൾ ചേട്ടനെ എന്നെ ചേർത്ത് വരച്ച് എനിക്ക് അയച്ചു തന്നു. ഞാനപ്പം ഞാൻ ഹാപ്പിയാണ്, ചേട്ടൻ ജീവിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ആയിരിക്കുമല്ലേ. ഞാനത് ഇപ്പം ഞാൻ ചില വീട്ടിലൊക്കെ ചെല്ലുമ്പം, എൻ്റെ സുഹൃത്തുക്കളുടെ വീട്ടിൽ ചെല്ലുമ്പോൾ അവരുടെ ചേട്ടൻ്റെ മക്കളും അല്ലെങ്കിൽ അവരൊക്കെ അവനോട് വന്ന് സംസാരിക്കാൻ കാണുമ്പോൾ ഞാനിങ്ങനെ അറിയാതെ എനിക്ക് കണ്ണ് നിറയും. കാരണം എൻ്റെ ഏട്ടനുണ്ടായിരുന്നെങ്കിൽ ഏട്ടൻ്റെ കുട്ടികൾ എൻ്റെ അടുത്ത് ചെറിയച്ചാന്ന് വിളിച്ച് വരുമായിരുന്നല്ലോ. അപ്പോൾ ഇതൊക്കെ എനിക്കറിയില്ല, പല സമയത്ത് എനിക്കത് ഭയങ്കരമായിട്ട് എന്നെ എനിക്ക് വിഷമമാവുന്ന സമയത്ത് എങ്ങനെയെങ്കിലുമൊക്കെ ആ സമയത്ത് ഈ രഞ്ജിൻ രാജ് കറക്റ്റായിട്ട് എൻ്റെ അടുത്തേക്ക് വരും. അതെങ്ങനെയാണെന്ന് എനിക്ക് ഇന്നും അറിയത്തില്ല, അത് എവിടെയോ ഒരു കണക്ഷനുണ്ട്. മാത്രമല്ല അത് ഈ പറയുന്ന പോലെ രഞ്ജിൻ്റെ മകൻ അവൻ എന്നെ കൊച്ചച്ചാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിളിക്കുന്ന കാണുമ്പോഴത്തേക്ക് ഞാൻ ഫീൽ ചെയ്യുമോ ചിലപ്പോൾ ഇതായിരിക്കും, ഓരോരുത്തരുടെ ജീവിതത്തിൽ ഓരോ രീതിയിലാണല്ലോ, ചിലപ്പോൾ അതെങ്ങനെ ആവാം എന്ന് പറയും. പക്ഷേ സ്റ്റിൽ ഞാൻ പറയുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യാറുണ്ട് ചേട്ടനെ. പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട് ഒന്ന് വല്ല ടൈം മെഷീനും കിട്ടിയിരുന്നെങ്കിൽ ഒന്ന് തിരിച്ചു പോയിട്ട് ഒന്ന് രക്ഷിക്കാൻ പറ്റിയായിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ പിന്നെ ഞാൻ ചിന്തിക്കുന്നത് ഇതൊക്കെ ദിസ് ഈസ് ലൈഫ്, ഇതിനൊക്കെയാണല്ലോ ലൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ അത് അനുഭവിക്കാമെന്ന് തന്നെ. എനിക്ക് അമ്മയായാലും അച്ഛനായാലും അവരെയൊക്കെ കുറേ നാളത് അതിൽ നിന്ന് പുറത്തെത്തിക്കാൻ ഞാൻ പെട്ട പാട് ചെറുതല്ല. കാരണം എനിക്ക് കോളേജിൽ പഠിക്കാൻ പോകാൻ പേടിയാണ്. കാരണം അമ്മ എന്നേക്കാൾ അറ്റാച്ച്ഡ് ചേട്ടനോട്ടായിരുന്നു. നാളെ ഇനി അമ്മയും അച്ഛനും എന്തെങ്കിലും ബുദ്ധിമോശം കാണിക്കുമോ, ഞാൻ കോളേജിൽ പോയിരുന്നാലും ഞാൻ ഓരോ ബ്രേക്ക് സമയത്തും വിളിക്കും, എന്തെടുക്കുക എന്ന് ചോദിച്ചു വിളിക്കും. കുറേ നാളേക്ക് പേടിയായിരുന്നു. കാരണം ഞാൻ അമ്മയോട് സത്യം ചെയ്ത് വായിച്ചിട്ടുണ്ട്, അമ്മ ഒന്നും അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ, ഒന്നും കാണിക്കരുതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അമ്മ പറയും, ഇല്ലടാ നിനക്ക് ഞങ്ങൾ പോയപ്പോഴും നിനക്ക് ആരുടെ ഉള്ളതെന്ന് പറയും. അപ്പോൾ ഞാൻ പറയും, നിങ്ങൾ പോയി എനിക്ക് ആരും ഇല്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിർത്തും. പിന്നെ ആ സമയത്ത് ഞാൻ അശ്വതിയായിട്ട് ഇഷ്ടത്തിലാണ്. ഒരുപക്ഷെ എന്നേക്കാൾ കൂടുതൽ അന്ന് അച്ഛനെ അമ്മയെ അവൾ കെയർ ചെയ്യുന്നുണ്ട്, കല്യാണത്തിന് മുന്നേ തന്നെ. അതൊക്കെ ഉള്ളതുകൊണ്ടാണ് എങ്ങനെയൊക്കെയോ കരകയറി ഇങ്ങിവിടെ വരെ എത്തിയത്. ഓക്കെ, ഒരു ബ്രേക്ക് എടുത്തിട്ട് നമുക്ക് തിരിച്ചു വരാം. ബ്രേക്കിലേക്ക് പോകാൻ ഏറ്റവും നല്ലത് പാട്ടാണ്. രഞ്ജിൻ രാജ് ആൻഡ് അഭിലാഷ് പിള്ളൈ, എവിടെ പോയാലും ഉണ്ടാവും, രണ്ടുപേരും ഒരേ ഫ്രെയിമിലാണ്. ഏത് ഫിലിം എടുത്താലും റിട്ടേൺ ബൈ അഭിലാഷ്. ഇപ്പൊ പോലും ഇന്റർവ്യൂ നടക്കുമ്പോൾ അവിടെ എന്റെ പടത്തിന്റെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ അരമണിക്കൂറുള്ളിൽ വരാടാന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ്. പക്ഷെ എനിക്ക് നന്നായിട്ട് അറിയാം, ഞാൻ എഴുതുന്ന തിരക്കഥയെ അവനെങ്ങനെ മ്യൂസിക് ചെയ്യാൻ പറ്റുമെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ അവനെ ഞാൻ ട്രസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, നാളെ ഞാനൊരു സംവിധായകനായാലും എൻ്റെ സിനിമ മ്യൂസിക് ചെയ്യുന്ന രഞ്ജിനായിരിക്കും. കാരണം അതൊരു ഗീവ് ആൻഡ് ടേക്ക് പോളിസിയാണ്. അവന് നന്നായിട്ട് അറിയാം ഞാൻ എന്തായിരിക്കും എഴുതുന്നതെന്നും എനിക്ക് നന്നായിട്ട് അറിയാം അവനെന്താ മ്യൂസിക് ചെയ്യുന്നതെന്നും. സോ അതുകൊണ്ട് അതിലിനി ഒരു ഇങ്ങനെ തന്നെ മുന്നോട്ട് ഹാപ്പിയായിട്ട് പോകണമെന്നാണ്. ഒരിക്കലും അതിലൊരു വിള്ളൽ വീഴാനോ അല്ലെങ്കിൽ നാളെ ഒരു പ്രശ്നം ഉണ്ടായി തമ്മിൽ പിരിയാനുള്ള ഇട വരല്ലേ ദൈവമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അത് അങ്ങനെ തന്നെ ആവട്ടെ, പോട്ടെ. കാരണം രഞ്ജിൻ്റെ വൈബ് വളരെ നല്ലതാണ്. താര ഞാൻ പറയുന്നത് ഈ പറയുന്ന പോലെ എൻ്റെ ഒരു കൂടപ്പുറപ്പാണ് താര. ഇപ്പോൾ സ്വാതന്ത്ര്യമായിട്ട് ആ വീട്ടിൽ ചെന്ന് കയറി അടുക്കളയിൽ നിന്ന് ആഹാരം എടുത്ത് കഴിക്കാൻ സ്വാതന്ത്ര്യമുള്ള ഒരാളാണ് ഞാൻ, എൻ്റെ വീട്ടിൽ തിരിച്ചവർക്കും. അപ്പം അശ്വതിയും താരയും ഭയങ്കര സുഹൃത്തുക്കളാണ്, ഒരു കുടുംബമാണ് ഞങ്ങൾ, ഒരു കുടുംബം പോലെ. ഇപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ രഞ്ജിൻ രാജിൻ്റെ കേസ് പറഞ്ഞ പോലെ ഇപ്പോൾ ദേവനന്ദയുടെ അച്ഛൻ ജിമിൻ ചേട്ടൻ, ഇപ്പോൾ ജിമിൻ ചേട്ടനെ സംബന്ധിച്ച് ജിമിൻ ചേട്ടൻ എൻ്റെ ഒരു മൂത്ത ചേട്ടനെ പോലെയാണ് എനിക്ക് ജിമിൻ ചേട്ടൻ. ഇന്ന് ഞാൻ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞാൻ ആദ്യം വിളിച്ച് സംസാരിക്കാൻ ജിമിൻ ചേട്ടനോടാണ്, ജിമിൻ ചേട്ടൻ ഞാനിത് ചെയ്യട്ടെ. അപ്പം പുള്ളി പറയും, അഭിലാഷേട്ടാ അത് നല്ല കാര്യമാണ് നിങ്ങൾ ചെയ്യുമെന്ന് പറയും. അപ്പോൾ ഒരു പക്ഷേ ഞാൻ പറയും, എനിക്ക് തോന്നുന്നു ഈ ചേട്ടനെ പോലെ ഞാൻ റീപ്ലേസ് ചെയ്ത് ചിന്തിക്കുന്ന ആളാണ് ഇവരൊക്കെ. അപ്പോൾ ഇവരൊക്കെ ഉള്ളതുകൊണ്ട് ഇന്ന് ഞാൻ ചിലപ്പം പണ്ട് ഞാൻ വിഷമിച്ച അത്രയും വിഷമം ചിലപ്പോൾ എനിക്ക് ഇന്ന് കാണില്ല. കാരണം എനിക്ക് അതിനുള്ള സമയം തരുന്നില്ല. ഇവരൊക്കെ ഇങ്ങനെ കൂടെ നിൽക്കുകയാണ്. ഇപ്പോൾ റീസെൻ്റ്ലി പോലും ഞാനൊരു വണ്ടി എടുക്കുന്ന ദിവസം ഇങ്ങനെ വണ്ടി എടുക്കുകയാണ്. അപ്പം ഇവരൊക്കെയാണ് എൻ്റെ കൂടെ. അപ്പം ഞാനിങ്ങനെ ആലോചിക്കുക, അപ്പോൾ ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ ചേട്ടൻ വന്ന് നിന്നേനെ. പക്ഷെ ആ സ്ഥാനത്തായിരിക്കും ഒരു ചേട്ടൻ്റെ സ്ഥാനത്ത് ഇവർ ഇത്രയും പേര് വന്ന് നിൽക്കുക, ഞങ്ങളുണ്ടടാ കൂടെ എന്ന് പറഞ്ഞ് വന്ന് നിന്നപ്പം എൻ്റെ അമ്മ പോലും അന്ന് ഭയങ്കര ഹാപ്പിയായിട്ട് ചിരിച്ചിരിക്കുകയാണ്. അമ്മയൊക്കെ അവർ കൊണ്ടു കിടക്കുന്നത് എങ്ങനെയാണ്, അമ്മയുടെ എപ്പോഴും ഇവർ പറയും അമ്മയുടെ ഒരു മോൻ പോയാലും എന്താ ഞങ്ങൾ ഇത്രയും മക്കളില്ലേ. അമ്മയൊക്കെ ഇപ്പം ഭയങ്കര ഹാപ്പിയാണ്. അപ്പം ഇപ്പോൾ ജിവിൻ ചേട്ടൻ, രഞ്ജൻ, അതുപോലെ വിഷ്ണു, ഇവരൊക്കെ നമുക്ക് തന്നേക്കുന്ന ഒരു സ്നേഹം അതാണ്. അത് ഇങ്ങനെ എനിക്ക് സിനിമയേക്കാൾ ഉപരി ഞാൻ ഇതിനൊക്കെ വില കൊടുക്കുന്നുണ്ട് റിലേഷൻഷിപ്പിന്. പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ്, അഭിലാഷിന് ഇൻ്റർവ്യൂ ചെയ്യണ സമയത്ത് എനിക്കിങ്ങനെ ഒരു ക്ലീഷേ കുറേ ക്വസ്റ്റ്യൻസ് തയ്യാറാക്കേണ്ടി വരാറില്ല. പകരം വ്യക്തികളുമായിട്ടാണ്
എപ്പോഴും എനിക്ക് കണക്ട് ചെയ്യാൻ തോന്നുന്നത്. ബിക്കോസ് താങ്കൾക്ക് ഓരോ വ്യക്തികളെക്കുറിച്ചും അവർക്ക് പോലും അറിയാത്ത അവരുടെ വ്യക്തിത്വത്തെക്കുറിച്ച് പറയാൻ പറ്റും. അത്ര നല്ല ഷാർപ്പ് ഒബ്സർവേഷനാണ്. ഇപ്പം ഞാനിപ്പോൾ ചോദിക്കുകയാണെങ്കിൽ അച്ഛനെ കുറിച്ച് ചോദിക്കുകയാണ്. അച്ഛനെ കുറിച്ച് ആകുമ്പോൾ മാസമായിട്ട് പറയാനുണ്ടാവുമല്ലോ കുറേ കാര്യങ്ങൾ. കാരണം ഇത്രയും ക്ഷമാശീലനായ ഒരു അച്ഛനുണ്ടാവും തോന്നുന്നില്ല. അച്ഛനെ പറ്റി എനിക്ക് തോന്നുന്നു, അച്ഛൻ്റെ പേരെന്താണ്? വിജയൻ പിള്ള. അച്ഛനെ പറ്റി എനിക്ക് തോന്നുന്നു ലാസ്റ്റ് നമ്മുടെ ഇന്റർവ്യൂ പറഞ്ഞ ഒരു വീഡിയോ ആണ് ഏറ്റവും കൂടുതൽ വൈറലായത്. അതായത് ഞാൻ ഹോസ്പിറ്റലിൽ അച്ഛൻ പൈസ അടച്ച. അപ്പോൾ അതിനുശേഷം അച്ഛന് ഫാൻസ് കൂടി. അച്ഛനെ ചൊരാനിക്കൽ അച്ഛനൊരു ഷോപ്പുണ്ട് വിളക്ക് വയ്ക്കുന്നത്. അവിടെ ഒരുപാട് പേര് അച്ഛനെ പോയി കണ്ട് അച്ഛൻ്റെ കൂടെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് എന്നെ ടാഗ് ചെയ്തവരൊക്കെ ഉണ്ട്. അപ്പോൾ അച്ഛൻ പറയും, ഓ കൊള്ളാടാ നീ കാരണം എനിക്കും കുറച്ച് പറയും. അച്ഛൻ്റെ 2 വേർഷനാണ്. അതായത് ചേട്ടൻ മരിക്കുന്നതിന് മുന്നേ ഉള്ള അച്ഛനും ചേട്ടൻ മരിച്ചതിന് ശേഷമുള്ള അച്ഛനുണ്ട്. ശേഷമുള്ള അച്ഛനെ ഞാൻ കണ്ടേക്കുന്നത് വെച്ചാൽ അച്ഛൻ ഇമോഷണലി ഡൗൺ ആയിരുന്നെങ്കിലും അച്ഛൻ ഭയങ്കര ബോൾഡായിട്ട് നിന്നു. കാരണം ഒരു തുള്ളി കണ്ണുനീര് വന്നിട്ടില്ല. അച്ഛൻ സ്ട്രോങ് ആയിട്ട് നിന്നു. അച്ഛൻ സ്ട്രോങ് ആയിട്ട് നിന്നുകൊണ്ടാണ് എനിക്കായാലും അമ്മയ്ക്കായാലും ഒക്കെ മുന്നോട്ട് ഉള്ള ലൈഫ് തന്നെ. അപ്പോൾ ആ അച്ഛനെ ഞാൻ ഇന്നും എനിക്ക് അത്ഭുതത്തോടെ ഞാൻ കാണുവാണ്. അച്ഛൻ എങ്ങനെയാണ് ഇത്ര ബോൾഡായിട്ട് നിന്നത്, ആ സിറ്റുവേഷൻ എങ്ങനെ അച്ഛൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയത്. അതിന് മുന്നേ ഒരു അച്ഛൻ എന്ന് പറയുന്നത് അച്ഛൻ ജോലി കാര്യങ്ങൾ എല്ലാ ഇമോഷൻസും ഉള്ളൊരു മനുഷ്യൻ. പക്ഷേ ഞാൻ പലപ്പോഴും അച്ഛനോട് ചോദിച്ചിട്ടുണ്ട്, അച്ഛൻ്റെ കരയാത്തതെന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, എന്തിനാടാ അവൻ മുന്നേ പോയി, അത്രയല്ലേ ഉള്ളൂ, നാളെ നമ്മളൊക്കെ അവിടേക്കല്ലേ പോകുന്നത്, അതുകൊണ്ട് കുഴപ്പമില്ല, ഇപ്പോൾ ഉള്ളത് ഹാപ്പിയായിട്ട് ജീവിക്കുമെന്ന് പറയും. അപ്പോൾ അതൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര മോട്ടിവേഷൻ അച്ഛനത് പറയും. പക്ഷേ ചിലപ്പോൾ അച്ഛൻ ഒറ്റയ്ക്ക് മാറി നിന്ന് കരയുന്നുണ്ടാവും. ഞാൻ കണ്ടിട്ടുണ്ട്, അച്ഛൻ കരയുന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഒറ്റയ്ക്ക് നിന്ന്. പക്ഷേ അച്ഛൻ്റെ ആ ബോൾഡ്നെസ്സാണ് ഇന്നും സ്റ്റിൽ ഈ 2024 ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അച്ഛനെ കണ്ടിറങ്ങുമ്പം ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അച്ഛൻ തരുന്നൊരു സപ്പോർട്ട് ഭയങ്കരമാണ്. ഓരോ സിനിമയ്ക്ക് അച്ഛൻ സപ്പോർട്ട് തരും. അച്ഛൻ ഈ കഥയൊക്കെ ഒന്ന് ചോദിക്കും, എന്തോടാ എൻ്റെ കഥ എന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ പറയുമ്പോഴത്തേക്ക് പറയും, അത് ഓടുമല്ലേ. ഞാൻ പറയും ഓടുമായിരിക്കും, അതൊക്കെ ഓടോടാ നീ എഴുത് എന്നുകൊണ്ട് പോകും. അച്ഛന് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ലായിരിക്കും, പക്ഷേ അച്ഛൻ പറയും അതോടും നീ എഴുതുമെന്ന് പറയും. പിന്നെ അച്ഛൻ അഭിമാനത്തോട് പോയി സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പലയിടത്തും പോയിട്ട്. പണ്ട് അച്ഛൻ്റെ അടുത്ത് വന്ന് എല്ലാവരും അവൻ എന്തിൻ്റെ ആവശ്യമാണ് ഉള്ള ജോലികളെ നടക്കുകയെന്ന് പറയുമ്പോൾ കേട്ടിടുന്ന അതേ അച്ഛൻ ഇന്ന് അവൻ്റെ പടം കണ്ടോ ഓടിയത് കണ്ടോ എന്നൊക്കെ പറയുമ്പോൾ ഒരു മകൻ എന്ന രീതിയിൽ ഐ ഫീൽ സോ പ്രൗഡ്. അച്ഛൻ ഇന്ന് സന്തോഷമായിട്ട് ഇരിക്കുന്നതാണ്. അപ്പോൾ അതിന് അമ്മയുടെ കേസിലും. അതിൻ്റെ സീക്വൽ എന്ന് ചോദിച്ചോട്ടെ, അന്ന് അച്ഛൻ ബില്ലടിച്ചു, അതിനിട്ട് എന്താ സംഭവിച്ചു? അല്ല, ബില്ലടിച്ചാണ്ട് ഞാൻ വിളിച്ചു ചോദിച്ചല്ലോ, എന്തിനാ പൈസ അടച്ചു ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ വിളിച്ച് കടം ചോദിച്ച പലരും എന്നെ വിളിച്ചെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഈ കുഞ്ഞിനേക്കാട് അച്ഛൻ വന്നു. ഞാനിങ്ങനെ കുഞ്ഞിനെടുത്ത് അച്ഛൻ്റെ കൈ കൊണ്ട് കൊടുക്കുക. അപ്പം അച്ഛൻ ഇങ്ങനെ എടുത്തിട്ട് ഇതെല്ലാം മറ്റേ നീ ബില്ലടയ്ക്കാൻ വേണ്ടി ഓടി കിടന്ന കുട്ടി എന്നിട്ട് അച്ഛൻ എപ്പോഴും എന്തെങ്കിലും കൗണ്ടർ ഓടിക്കുന്ന ഒരാളാണ്. പക്ഷെ അച്ഛൻ അന്ന് അവളെ കയ്യിലെടുത്തപ്പം എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അച്ഛൻ എടുത്തിട്ട് പറഞ്ഞു, അവൻ വീണ്ടും നമ്മുടെ കുടുംബത്തിലേക്ക് തന്നെ വന്നല്ലടാന്ന് ചോദിച്ചു. അതായത് ചേട്ടൻ വീണ്ടും ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വന്നതായിട്ടാണ് അച്ഛനും അമ്മയും കരുതിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൻ മൂത്ത മകൾക്ക് ഇവരോട് രണ്ടുപേരുടെ ഒരു അറ്റാച്ച്മെൻറ്റ് കൂടുതലാണ്. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാണ്, എൻ്റെ ചേട്ടൻ്റെ ചില മാൻഡ്രസൊക്കെ എൻ്റെ മൂത്ത മോക്കുണ്ട്. എൻ്റെ ചേട്ടന് ചെറുപ്പത്തിലുണ്ടായിരുന്ന പോലെ തന്നെ ഒരു പ്രശ്നം, അതായത് ഈ ഫിക്സിൻ്റെ ഒരു ചെറിയ പ്രോബ്ലം എൻ്റെ മോൾക്ക് ചെറുപ്പത്തിൽ വന്നത്. പിന്നീട് അത് മാറുകയും ചെയ്യും. ഡോക്ടേഴ്സിന് അതൊരു 5 വയസ്സാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി മാറുന്നു. ഇതെൻ്റെ ബ്രദറിനും ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ ചില ഇത് ചില സാമ്യത കണ്ടപ്പോൾ ഇത് ചേട്ടൻ തന്നെ ജനിച്ചാണോ. അപ്പോൾ ചില സമയത്ത് എനിക്ക് നല്ല ദേഷ്യം വരുമ്പോൾ ഞാൻ ഇവളെ വിളിച്ചോണ്ട് പോയിട്ട് മാറ്റെടുത്ത് പറയും, നിങ്ങൾക്ക് എന്തിൻ്റെ ആവശ്യമായിരുന്നു മരിക്കുന്നത്. അപ്പോൾ ഇവിടെ പറയും, ഞാനോ എപ്പോൾ എന്നുണ്ട്. അപ്പോൾ അവളും അങ്ങനെ തന്നെ കേട്ടോ. അവളും അച്ഛനെയും അമ്മയുടെയും കൂടെ കിടക്കത്തുള്ളൂ. എനിക്ക് തോന്നുന്നൊരു കുഞ്ഞൊരു 3-4 മാസത്തിന് ശേഷം തൊട്ട് അച്ഛനമ്മയുടെ കൂടെയാണ്. രാത്രിയിൽ ഈ ഫീഡ് ചെയ്യാൻ വേണ്ടിയാണ് അശ്വതി കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ഇന്നും ഈ 11-ാം വയസ്സിൽ അവളുടെ കൂടെ തന്നെ കിടക്കത്തുള്ളൂ. അപ്പോൾ അവൾ അങ്ങനെയാണ് അച്ഛനെയമ്മ സ്നേഹിക്കുന്നത്. സോ ആ സീക്വലും പ്രീക്വലും ഒക്കെ ഹാപ്പിയാണ്. ഓക്കെ. അപ്പോൾ ഇതിൽ നമ്മൾ ഇത്രയും വൈബുള്ളൊരു ഫാമിലി, ആ ഫാമിലിയിൽ ഞാൻ ഇനി അമ്മേനെ കുറിച്ച് ചോദിച്ചില്ലെങ്കിൽ ഇത് തന്നെ അമ്മയെ പറ്റി പറയാനുള്ളൂ. അമ്മയുടെ പേരെന്താ? ശോഭ. അമ്മ ഡാൻസ് ടീച്ചറായിരുന്നു. അമ്മ സ്കൂളിൽ പഠിപ്പിക്കുമായിരുന്നു. പിന്നീട് ഞങ്ങളൊരു ഏജൊക്കെ ആയപ്പോൾ അമ്മ ഡാൻസ് ഒക്കെ വിട്ട് ഹൗസ് വൈഫായിട്ട് തന്നെ നിൽക്കുക. അമ്മയുടെ ലോകം അടുക്കളയാണ്. ഞാൻ അമ്മയോട് പറയും, അടുക്കളയിൽ ഒരു കട്ടിലിട്ട് തരാണെങ്കിൽ അമ്മയ്ക്ക് സന്തോഷമാണെന്ന് പറയും. കാരണം അമ്മയ്ക്ക് ആഹാരം ഉണ്ടാക്കുക, ഈ വരുന്ന എല്ലാവർക്കും ആഹാരം കൊടുത്ത് അവരെ ഹാപ്പി ആക്കുക, ഇതാണ് അമ്മയുടെ ലോകം. ഓക്കെ. ഇപ്പോൾ പോലും റീസെൻ്റ്ലി ഒരു 4 മാസം മുന്നേ ഇതുപോലെ അമ്മ ഒന്ന് വീണ് നമ്മുടെ കൈക്കൊരു ഫ്രാക്ചർ വന്നു. ഓക്കെ. അപ്പോൾ ഫ്രാക്ചർ വന്ന ഒരു 3 മാസം അമ്മയ്ക്ക് റെസ്റ്റ് എടുക്കുക എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു അമ്മയെ ജയിലിൽ കൊണ്ടിട്ട് അവസ്ഥയായി. കാരണം അമ്മയ്ക്ക് അടുക്കളയിൽ കയറാൻ പറ്റാത്തതിന്. അപ്പോൾ ആ സമയത്ത് നമ്മളൊരു മെയ്ഡിനെ വെച്ചു, കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. അമ്മയുടെ കൈയൊന്നും ഓക്കെ ആയിട്ട് അമ്മ എൻ്റെ അടുത്തൊന്ന് ആദ്യം ആവശ്യപ്പെട്ടത് മെയ്ഡിനെ പറഞ്ഞുകൊണ്ടെന്ന്. ഞാൻ അതെന്താ എനിക്ക് പറ്റത്തില്ല, എനിക്ക് അടുക്കളയിൽ കയറി ജോലി ചെയ്യണം. അപ്പോൾ ഞാൻ അമ്മയുടെ ഏജ് എന്താണ്, ഇനി ഏജിൽ അങ്ങനെ ചെയ്യല്ലേ, അമ്മയുടെ കൈ സൂക്ഷിക്കണം. പക്ഷെ അമ്മ ഇപ്പം ഈ മെയ്ഡ് ഉണ്ടെങ്കിലും
അമ്മേനെ അടുക്കളയിൽ നിൽക്കും. അപ്പം ഞാൻ പറയും ഇതിപ്പോൾ ആരെ ഇവിടുത്തെ ഇത് ചെയ്യുന്നത്? അപ്പോൾ അമ്മ പറയും ഒല്ലടാ എനിക്കിത് ചെയ്യണമെന്ന് പറയും. അപ്പം മേ ബി ആ ഒരു അമ്മയുടെ മൈൻഡിൽ ആ ഒരു വിൽ പവർ കൊണ്ടാവാം അമ്മ കൈ പെട്ടെന്ന് അമ്മയ്ക്ക് ഓക്കെ ആയി. ഇപ്പം അമ്മ ഇത് ചെയ്യുന്നുണ്ട്. അപ്പം അമ്മയുടെ ലോകം അതാണ്. ഞാൻ, അച്ഛൻ, അശ്വതി, കുട്ടികൾ. ആ ഒരു ലോകത്തിൻ്റെ പുറത്തേക്കൊരു ലോകം അമ്മ കാണാറില്ല. അതാണ് അമ്മയുടെ ലോകം. ഞാനൊരു 7 മണിക്ക് ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് കയറണം അമ്മയ്ക്ക് അത്രയും സന്തോഷം. 8, 9, 10 ആകുമ്പോഴത്തേക്ക് നമുക്ക് ടെൻഷനാവും, വിളി വരും. 10 മണിയൊക്കെ ആണെങ്കിൽ ടെൻഷൻ അടിച്ച് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. ഞാനത് എനിക്ക് ആ വിളി വന്നില്ലെങ്കിൽ എനിക്ക് വിഷമോ. ഞാൻ അങ്ങോട്ട് വിളിച്ച് ചോദിക്കും എന്താ വിളിക്കാഞ്ഞത്? അല്ലല്ല നീ വല്ല മീറ്റിങ്ങിലായിരിക്കുമല്ലോ. ഞാൻ പറഞ്ഞില്ല ഞാൻ വന്നുകൊണ്ടിരിക്കുക. അമ്മ ഇന്നും അന്നും ഇങ്ങനെ പേടിയാണ് അമ്മയ്ക്ക്. മേ ബി ഒരു മകൻ നഷ്ടപ്പെട്ടുകൊണ്ടാവാം. എൻ്റെ കാര്യത്തിൽ ഭയങ്കര ടെൻഷനാണ്. അത് എൻ്റെ ഈ പ്രായത്തിലും ഞാൻ ഇറങ്ങി പോകുമ്പോഴും അല്ലെങ്കിൽ വരുമ്പോഴും ഒക്കെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. ഞാനത് എങ്ങനെ ദൈവത്തോട് എപ്പോഴും പറയും വെച്ചാൽ നാളെ എന്താണ് മുന്നോട്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരുമിച്ചുള്ള ജീവിതം എത്രത്തോളം എനിക്ക് ഇത് തരുവാൻ പറ്റുമോ അത്രത്തോളം തരിക. അത് ഞാൻ എല്ലാവരുടെയും കേസ് ഞാനത് പറയും. കൂടെയുള്ളവരൊക്കെ ഒരുപാട് നാൾ കൂടെ കാണട്ടെ. ഇനി നമുക്ക് സൗന്ദര്യയിലോട്ട് വന്നാലോ. സൗന്ദര്യ രജനീകാന്ത് എന്ന് പറയുന്ന നമ്മൾ പറയും എനിക്കതൊരു ഫിനോമിനോൺ എന്ന് വേണമെങ്കിൽ പറയാവുന്ന അതൊരു മാളികപ്പുറത്തിൻ്റെ സമയത്ത് സംഭവിച്ചതാണെങ്കിൽ പോലും അതൊരു ആക്സിഡൻ്റൽ ആയിരുന്നില്ല. അവർ വളരെ നിശ്ചയം ഉണ്ടായിരുന്നു അഭിലാഷിനെ വിളിക്കണമെന്നും അത് സംസാരിക്കണമെന്നും ചൂസ് ചെയ്യണമെന്നുള്ളൊരു നിശ്ചയം ഉണ്ടായിരുന്നു. അപ്പോൾ ആ പ്രോജക്റ്റ് എവിടെ വരെ ആയി? അത് കഴിഞ്ഞു, എഴുതി കഴിഞ്ഞു? ഇല്ല, ആ പ്രോജക്റ്റ് ആക്ച്വലി തൽക്കാലം ഒന്ന് ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. കാരണം അതൊരു വലിയ പ്രോജക്റ്റാണ്. അതൊരു എങ്ങനെ പോയാലും അതിനൊരു കുറച്ച് പ്രിപ്പറേഷൻസ് വേണ്ട ഒരു പ്രോജക്റ്റാണ്. അപ്പോൾ ഇതിനിടയിൽ എനിക്ക് ഇവിടെ കുറേ കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ടായിരുന്നു. ഇത് തീർത്തതിന് ശേഷം മാത്രമേ എനിക്ക് അതിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ ഇതിനിടയിൽ മാം ഇപ്പോൾ ഓൾറെഡി ഒരു ആമസോണിൻ്റെ ഒരു വെബ് സീരീസ് പ്രൊഡ്യൂസ് ചെയ്യണം. അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഇവിടുത്തെ കമ്മിറ്റ്മെൻറ്റ്സ് കഴിഞ്ഞാൽ ഞങ്ങൾ അഗെയിൻ മീറ്റ് ചെയ്ത് ഞങ്ങൾ അതിൻ്റെ ഒരു സ്റ്റോറി ലൈൻ ആക്കിയിട്ടുണ്ട്, ഫുൾ സ്റ്റോറി ലൈൻ ആക്കിയിട്ടുണ്ട്. അതിനെ ഇനിയൊന്ന് ഏതൊരു ലെവലിലേക്കാണ് അത് ചെയ്യേണ്ടതെന്നുള്ളൊരു തീരുമാനമായിട്ടില്ല. അത് മൾട്ടി സ്റ്റാർ സിനിമയാണ്, ഒരുപാട് ആർട്ടിസ്റ്റുകൾ വരേണ്ട സിനിമയാണ്, ഒരുപാട് ഹീറോസ് വരേണ്ട സിനിമയാണ്. അപ്പോൾ അതിനെ കൃത്യമായിട്ടൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് കൊണ്ടുവരണം. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ദൈവം അനുഗ്രഹിച്ച 2025 അത് ഒരു മൾട്ടിവേഴ്സായി മാറോ? അങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത്. സംഭവിക്കണം. അങ്ങനെ ചെയ്തിട്ടേ അത് കാര്യമുള്ളൂ. അല്ലാതെ ഒരു ചെറിയ സ്കെയിലിൽ അത് ചെയ്യാൻ കഴിയില്ല. അപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് മലയാളത്തിലുള്ള ഇപ്പം ഈ ആനന്ദ് ശ്രീബാല കഴിഞ്ഞു, സുമതിയുളവ് കഴിഞ്ഞു, ഒരു പടം കൂടി ചെയ്യാനുണ്ട്. അതിനുശേഷം ഒരു ഹിന്ദി പ്രോജക്റ്റ് ഉണ്ട്. അപ്പോൾ അതും കഴിഞ്ഞ് വന്നിട്ട് വേണം ഇത് കയറാനായിട്ട്. അപ്പോൾ ഇത് അറിയില്ല ഏതെപ്പോഴാണ് സംഭവിക്കുന്നത് അറിയില്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് മാളികപ്പുറത്തിന് ശേഷം അങ്ങനെ ഒരു വിളി വന്നതും അങ്ങനെ ഒരു മീറ്റിംഗ് നടന്നതും അങ്ങനെ ഒരു പ്രൊജക്റ്റിലേക്ക് ഇന്നാവാൻ പറ്റിയതിലും ഞാനിന്ന് ഭയങ്കര അത്ഭുതപ്പെടുന്നുണ്ട്. ഇതൊക്കെ സംഭവിച്ചല്ലോ. ഇതൊക്കെ ഞാനിതൊന്നും നമ്മൾ സിനിമയിലേക്ക് എത്തണമെന്ന് ആഗ്രഹിച്ചെങ്കിലും അങ്ങനത്തെ ഒരു വീഡിയോ കാര്യമൊന്നും ഞാൻ ജീവിതത്തിൽ പ്രതീക്ഷിച്ചതില്ല. അതൊക്കെ എനിക്ക് കൊണ്ടു തന്നത് ഈ പറയുന്ന സിനിമ തന്നെയാണ്. റൈറ്റ്. ഇനി അടുത്തൊരു എന്താണ് ശരിക്കും അഭിലാഷിൻ്റെ ഉദ്ദേശം? റൈറ്റർ ഓക്കെ, നമ്മൾ അംഗീകരിച്ചു കഴിഞ്ഞു. ആക്ടർ ഓക്കെ, അതും അംഗീകരിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ ഓരോ ചെയ്യുന്ന കാര്യങ്ങൾ. പിന്നെ ഈ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ഇടുന്ന പോസ്റ്റിൽ ഒരു ഭയങ്കര ലുക്സ് കൊടുത്തിട്ടുള്ള ഭയങ്കര നമ്മൾ പറയില്ല ഒരു മോഡലൊക്കെ മോഡലിങ് ചെയ്യുമ്പോൾ നിൽക്കുന്ന പോലത്തെ നോട്ടം, ചിരി, നിൽപ്പ് ഒക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ ഈ പോസ്റ്റിന് ഡിസ്ക്രിപ്ഷൻ വരെ നമ്മൾ പറയില്ലേ ക്രിയേറ്റീവ് ഡിസ്ക്രിപ്ഷൻസ് ആണ് ഇടുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ പാട്ടും പാടും. ചെയ്യുക അത്രേ ഉള്ളൂ. ഒരൊറ്റ ജീവിതമല്ലേ ഉള്ളൂ. ഒരു ജീവിതത്തിൽ ഈ മസിലും പിടിച്ച് ടെൻഷൻ അടിച്ച് അല്ലെങ്കിൽ വഴക്കുണ്ടാക്കി നടക്കുന്നതിനേക്കാൾ നല്ലത് നമ്മൾ ഇഷ്ടമുള്ളതൊക്കെ ചെയ്യുക. ഞാൻ അങ്ങനെയാണ് ഞാൻ എൻ്റെ കൂടെ ഉള്ളവരോടും പറഞ്ഞു കൊടുക്കുന്ന അഡ്വൈസ് അതാണ്. ഒറ്റ ലൈഫേ ഉള്ളൂ. ആ ലൈഫ് നന്നായി ആർക്കും ഒരു ദ്രോഹം ഉണ്ടാക്കാതെ ജീവിക്കുക. അവിടെ നമ്മുടെ ഇഷ്ടങ്ങളെ മാറ്റി വെച്ചിട്ട് ജീവിക്കാനല്ല പറയുന്നത്. എനിക്ക് പാട്ട് പാടാൻ ഇഷ്ടമാണ്, എനിക്ക് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാൻ ഇഷ്ടമാണ്, അല്ലെങ്കിൽ എനിക്ക് സിനിമ എഴുതാൻ ഇഷ്ടമാണ്, കഥകൾ എഴുതാൻ ഇഷ്ടമാണ്, നോവൽസ് എഴുതാൻ ഇഷ്ടമാണ്, അഭിനയിക്കാൻ ഇഷ്ടമാണ്, സംവിധാനം ചെയ്യാൻ ഇഷ്ടമാണ്. എനിക്ക് സിനിമ നിർമ്മിക്കാൻ ആഗ്രഹമുള്ള ആളാണ് ഞാൻ. പുതിയ കുട്ടികൾക്ക് അവസരം കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഞാനിതൊക്കെ ചെയ്യാൻ ശ്രമിക്കും. എനിക്ക് പറ്റുന്ന എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്ന പ്രായം വരെയും ഞാനിതൊക്കെ ചെയ്യും. എന്തായാലും അതിനി വിടാനൊന്നും പോകുന്നില്ല. അതങ്ങനെ തന്നെ. പിന്നെ ഇൻസ്റ്റാഗ്രാമിനെ സംബന്ധിച്ച് ഞാൻ ഇൻസ്റ്റനെ കാണുന്നത് അതൊരു കമ്മ്യൂണിക്കേഷൻ പ്ലാറ്റ്ഫോം മാത്രമാണ്. നമ്മളെ ഒരുപാട് പേർക്ക് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു പ്ലാറ്റ്ഫോം. അപ്പോൾ ചിലരൊക്കെ ചില സമയത്ത് എൻ്റെ അടുത്ത് പറയും ഇൻസ്റ്റയിലൊന്നും ഇത്ര ആക്റ്റീവ് ആവരുത്. അപ്പോൾ ഞാൻ പറയും എന്താണ് ഇതിൻ്റെ കുഴപ്പം? എന്താണ് ഇൻസ്റ്റ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫേസ്ബുക്കൊക്കെ എന്ന് പറയുന്നത് നമുക്ക് നമ്മളറിയാത്ത ആളുകളെ പോലും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയാണ്. പോസിറ്റീവ് സൈഡാണ് ഞാൻ പറയുന്നത്. എൻ്റെ ഒരു നെഗറ്റീവ് സൈഡ് കാണും. അതിനെപ്പറ്റി ഞാൻ പറയുന്നില്ല. ഞാൻ പോസിറ്റീവായിട്ട് പറയുന്നത്. ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് എൻ്റെ അടുത്തൊരു സിനിമയിലേക്ക് ഒരു അവസരം ഒരാൾക്ക് ചോദിക്കണമെങ്കിൽ ചിലപ്പോൾ എൻ്റെ നമ്പർ അവരുടെ കാണത്തില്ല, അല്ലെങ്കിൽ എന്നെ വിളിക്കാൻ ചിലപ്പോൾ അവർക്ക് പറ്റണമെന്നില്ല.
അവർക്ക് ഈസി വേ ആണ്. എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് ഇട്ടാൽ ഞാൻ ചിലപ്പോൾ ഇവരുടെ പ്രൊഫൈലിൽ കയറി നോക്കും, ഇവർ ചെയ്തേക്കുന്ന വർക്ക്സും റീൽസും ഒക്കെ കാണും. അതിൽ നിന്ന് ചിലപ്പോൾ നമ്മൾ അവസരം കൊടുക്കും. അങ്ങനെ വിളിച്ചിട്ടുണ്ട് ഞങ്ങളിപ്പം. ഇപ്പം റീസെൻ്റ്ലി ഒരു ട്രാഫിക് സിനിമ റീക്രിയേറ്റ് ചെയ്തൊരു വീഡിയോ ഞാൻ ഇൻസ്റ്റയിലാണ് കാണുന്നത്. അപ്പോൾ ആ വീഡിയോ കണ്ടപ്പോൾ എനിക്കത് ഭയങ്കര, ആ എഫേർട്ട് ഭയങ്കരമായിട്ട് എനിക്ക് മനസ്സിലായി. കാരണം എത്ര കഷ്ടപ്പെട്ടാണ് ആ സിനിമ ഷൂട്ട് ചെയ്തത് എനിക്കറിയാം. ട്രാഫിക്കിൻ്റെ ആ സമയത്ത് രാജേഷേട്ടനോട് ഞാൻ നല്ല ബന്ധത്തിരിക്കുന്ന. അപ്പോൾ അത് ഷൂട്ട് ചെയ്ത സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട്, ലൊക്കേഷനിൽ ഇതിൻ്റെ ഷൂട്ടൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ അത്രയും കഷ്ടപ്പെട്ട് ഷൂട്ട് ചെയ്ത ഒരു സിനിമേനെ റീക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ചെറിയ കാര്യമില്ല. അപ്പോൾ ഞാൻ ആ കുട്ടികളുടെ ആ വീഡിയോ ഞാൻ സ്റ്റോറി ആക്കിയിട്ടിരുന്നു. നാദൃഷൊക്കെ അത് ഫേസ്ബുക്കിൽ ഷെയർ ചെയ്ത് ഇത് വലിയ റീച്ചായി. അപ്പോൾ ആ പയ്യനെ പറ്റി നോക്കിയപ്പോൾ ആ പയ്യൻ അതിന് മുന്നേ ചെയ്തേക്കുന്ന എല്ലാ റീലുകളും ഈ കൈദിയുടെ റീക്രിയേഷൻ, അങ്ങനെ എല്ലാം റീക്രിയേഷനാണ്. അപ്പോൾ ഞാൻ ആ പയ്യന് മെസ്സേജ് ഇട്ടു, എന്താണ് നിൻ്റെ ഒരു അൾട്ടിമേറ്റ് എയിം എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ എനിക്ക് സിനിമ ചെയ്യണം, അഭിനയിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു, അതാണ് നിൻ്റെ ആഗ്രഹം വെച്ചു. എങ്കിൽ ശരി, സുമതി ഉളവിൽ നീ അഭിനയിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ ആ പയ്യനെ പടത്തിലേക്ക് കാസ്റ്റ് ചെയ്തു. കാരണം അവൻ്റെ പെർഫോമൻസ് നമ്മൾ കണ്ടു. ഞാൻ അതിൻ്റെ ഡയറക്ടർ വിഷ്ണുവോട് സംസാരിച്ചു, വിഷ്ണു ഓക്കെയാണ് സംഭവിച്ചു. അതേപോലെ തന്നെയാണ് ഈ നമ്മുടെ ആനന്ദ് ശ്രീബാലയിൽ അതേപോലെ കുറച്ച് പയ്യന്മാർ അഭിനയിച്ചിട്ടുണ്ട്. ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഈ റീൽസ് ചെയ്ത് ഭയങ്കരമായിട്ട് വല്ല ഈ ഡോക്ടർ ബാഷിദ് എന്ന് പറയുന്നൊരു പയ്യൻ, ബാഷിദ് ആ പടത്തിലൊരു നല്ല വേഷം ചെയ്യുന്നുണ്ട്. ഈ ശിവപ്രസാദ് എന്ന് പറഞ്ഞിട്ട് ഒരു അയ്യപ്പനും കോശിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. കുറേ ഷോർട്ട് ഫിലിംസൊക്കെ ചെയ്ത് നല്ല രസമുള്ള ആർട്ടിസ്റ്റാണ്. അപ്പം ശിവ ഒരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. അതേപോലെ ശിവജി ഗുരുവായൂരിൻ്റെ മകൻ സൂര്യ അഭിനയിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ ഈ അതൊരു വീഡിയോ ഒരുവണ ഞാൻ കണ്ടാണ്, മനോരമയിൽ ഏതോ ഒരു ഷോയിലൊരു പയ്യൻ ആങ്കർ ആവാൻ വേണ്ടി പോയി മത്സരിച്ചിട്ട് അത് കിട്ടാതെ പുറത്തു കൊണ്ടൊരു അവസ്ഥ ഉണ്ട്. അപ്പോൾ അന്ന് അവൻ്റെ ആ ഒരു വീഡിയോ നമുക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നുന്നു. അവൻ അതിന് ടാലൻറ്റഡ് അല്ല, നീ പൊക്കോ എന്നെന്തോ പറയുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കന്ന് ഭയങ്കര വിഷമം തോന്നി. ഞാൻ ആ പയ്യനിൽ മെസ്സേജ് ഇട്ടിരുന്നു, നിന്നെ ആങ്കർ ആക്കണമെന്ന് എനിക്കറിയില്ല, പക്ഷെ അഭിനയിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം അടുത്ത പടത്തിൽ പറഞ്ഞിട്ട് അങ്ങനെ ആ പയ്യനെ ആനന്ദ് ശ്രീബാലയിൽ അഭിനയിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ പുതിയ കുട്ടികളെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് ടാലൻസിനെ. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇതൊക്കെയാണ് എൻ്റെ സന്തോഷം. ഇതൊക്കെയാണ് നമ്മൾക്ക് തരുന്ന പോലെ നമ്മളത് ഗ്യാപ്പ് ഫില്ല് ചെയ്ത്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ നന്നായി പാട്ട് പാടുന്ന വീഡിയോസ് ഉണ്ട്, ഞാൻ അപ്പം തന്നെ രഞ്ജന് ഷെയർ ചെയ്ത് കൊടുക്കും. എടാ ഇത് നന്നായി പാടുന്നുണ്ട് നോക്കെന്ന് പറയും. അപ്പോൾ ഈ അടുത്ത സമയത്ത് അവൻ എൻ്റെ അടുത്ത് പറയും, നീ പായിച്ചു തന്നേക്കുന്നവർക്ക് അവസരം കൊടുത്താൽ ഇനി ഒരു കൊല്ലത്തേക്ക് ഇനി പാടിക്കാൻ വേറെ ആളെ ഉണ്ടല്ലോ എന്ന് പറയും. പക്ഷേ ഞാൻ പറഞ്ഞത് ഒരു കൈ കൊടുത്ത് സഹായിക്കാൻ പറ്റിയാൽ ചിലപ്പോൾ ഇവരൊക്കെ അത്ഭുതങ്ങൾ കാണിക്കും. ഉറപ്പായിട്ടും നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ. പെട്ടെന്നൊരു ചോദ്യം, അതായത് അശ്വതിക്കൊരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഏത് പാട്ടായിരിക്കും ഡെഡിക്കേറ്റ് ചെയ്യുക? പാടണം കേട്ടോ, പാട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യണു. അശ്വതിക്ക് ഞാൻ എൻ്റെ ലൈഫിനെ കുറേ വർഷം ഞാൻ ഈ ഒറ്റയ്ക്ക് ഞാൻ കറിഞ്ഞിട്ടുണ്ട്. അതായത് മുന്നോട്ടുള്ള യാത്ര എവിടെ ചെന്ന് നിൽക്കുമെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഇരിക്കുന്ന മൊമെൻറ്റിൽ ഒരുപാട് തവണ അവളാണ് വന്നിട്ട് പറയുന്നത്, കരയണ്ട, ലൈഫിൽ എപ്പോഴെങ്കിലും നമ്മൾ സക്സസ് ആവും എന്ന് പറഞ്ഞ് അവൾക്കൊരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാൻ പറ്റിയ എൻ്റെ സിറ്റുവേഷന് പറ്റിയൊരു പാട്ട് ഞാൻ എപ്പോഴും ഞാൻ കണക്ട് ചെയ്യുന്നത് സമ്മറിയുമ്പതിലൊരു ഒരു വരിയുണ്ട് ഗിരീഷാണ് എഴുതിയേക്കുന്നത്. അതായത് മറ്റേ പുലരാൻ തുടങ്ങും ഈ വേളയിൽ തനിയെ കിടന്ന് മിഴി വാർക്കവേ, അത് തന്നെയാണ് സത്യം. എത്രയോ രാത്രികളിൽ കിടന്ന് കരഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് വരി ഞാൻ കറക്റ്റായിട്ട് ബാക്കി വരി ഞാൻ ഓർക്കുന്നില്ല, പക്ഷെ അതാണ് എൻ്റെ ഡെഡിക്കേഷൻ. ഒരു പാട്ട് പാടുവാണെങ്കിൽ അത് പുലരാൻ തുടങ്ങുമൊരു രാത്രിയിൽ തനിയെ കിടന്നു മിഴി വാർക്കവേ, ഒരു നേർത്ത തെന്നലലിവോടെ വന്നു നെറുകിൽ തലോടി മാഞ്ഞോ, നെറുകിൽ തലോടി മാഞ്ഞോ, ഒരു രാത്രി കൂടി വിടവാങ്ങവേ, ഒരു പാട്ടുമോളി വെയിൽ വീഴവേ, പതിയെ പറന്നരികിൽ വരും അഴകിൻ്റെ തൂവലാണ് നീ. അതായത് ശരിയാ, ഈ വരികളോട് അറ്റാച്ച്മെന്റ് ഇല്ലാത്ത. എനിക്ക് ഗിരീഷ് ചേട്ടൻ്റെ എഴുത്തിനോട് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. ഗിരീഷ് ചേട്ടൻ്റെ എല്ലാ എഴുത്തിലും അദ്ദേഹം ഒളിപ്പിച്ച് വെച്ചേക്കുന്ന ഒരു മാജിക് ഉണ്ട്. അപ്പോൾ അത് ഞാൻ ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരാളാണ് ഗിരീഷ് ചേട്ടൻ. അപ്പോൾ ഈ വരികൾ സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ ലൈഫിൽ ഭയങ്കരമായിട്ട് എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റും. കാരണം ഞാൻ ഒരുപാട് ഇതുപോലോടൊന്ന് കരഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റും. എനിക്ക് ഈ ഇടയ്ക്ക് ഞാൻ രഞ്ജനോട് പറഞ്ഞു, ഇപ്പോൾ ഗിരീഷ് ചേട്ടൻ്റെ ഒപ്പം വർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ആ വിഷമം മാറണം എന്നുകൊണ്ട് ഞാൻ ഗിരീഷ് ചേട്ടൻ്റെ മകനെ ലിറിക്സ് എഴുതാൻ വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് ഒരാഗ്രഹം, ഇപ്പോൾ ഗിരീഷ് ചേട്ടൻ്റെ മകനാകേണ്ടത് എന്തായാലും അവൻ ആ കഴിവ് കാണും. ഇപ്പോൾ ഗിരീഷ് ചേട്ടൻ്റെ മകനിപ്പോൾ എൻ്റെ ഒരു പടത്തിന് വേണ്ടി എഴുതിയിട്ടുണ്ട്. ഭയങ്കര രസമായിട്ടുള്ള വരികളാണ് എഴുതിയിരിക്കുന്നത്. അപ്പം
ഇനി മുന്നോട്ട് ഞാൻ വലിയ ആഗ്രഹം പറഞ്ഞേക്കുന്ന ഒരു കാര്യം, എനിക്ക് ഗിരീഷ് ചേട്ടൻ്റെ ലൈഫ് സ്റ്റോറി സിനിമയാക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. കാരണം അങ്ങനെ ഒരു സിനിമ ചെയ്യാൻ പറ്റിയാൽ അതിലൊരുപാട് നമ്മൾ കേട്ട ഹിറ്റ് പാട്ടുകളുടെ ഒരു മ്യൂസിക്കൽ മേക്കിംഗ് സിനിമയായിരിക്കും അത്. അപ്പോൾ അത് ഞാൻ ഗിരീഷ് ചേട്ടൻ്റെ മകനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ വലിയ ആഗ്രഹങ്ങളൊന്നാണ് അത്. മറ്റാരെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, മറ്റാരെങ്കിലും ചെയ്യുമെന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്കതൊരാഗ്രഹമുണ്ട്, ഗിരീഷ് ചേട്ടൻ്റെ ലൈഫ് സ്റ്റോറി സിനിമയാക്കണമെന്നും അത് അഭിനയിക്കണമെന്ന് പോലും എൻ്റെ മനസ്സിലുണ്ട്, ആരായിരിക്കണം എന്നുള്ളതും. അപ്പോൾ എന്തായാലും അത് എന്തെങ്കിലും ഒരിക്കലും അത് ചെയ്യാൻ പറ്റണമെന്ന് ഞാൻ ആഗ്രഹിക്കുക, ഗിരീഷ് ചേട്ടൻ്റെ ലൈഫ് സ്റ്റോറി. ഓക്കെ, ഞാൻ ഈ കുറച്ച് ആൾക്കാരുടെ പേര് പറയണേ, അവരെ കുറിച്ച് മനസ്സിൽ വരുന്ന ഫസ്റ്റ് തിങ്, അതൊരു ക്വാളിറ്റി ആവാം, എന്തെങ്കിലും ഒരൊറ്റ കാര്യം ഒന്ന് പറയാം. അന്നവൻ. അന്ന എൻ്റെ മലയാളത്തിൽ റിലീസായ ആദ്യ പടത്തിലെ ഹീറോയിൻ അല്ലേ. അന്നയെ സംബന്ധിച്ച് അന്ന ഭയങ്കര വർക്കഹോളിക്കാണ്. അതായത് ഏറ്റെടുക്കുന്ന ക്യാരക്ടറിനോട് ഭയങ്കര 100% നീതി കാണിക്കുന്നൊരു ആർട്ടിസ്റ്റാണ്. കാരണം നൈറ്റ് ഡ്രൈവിൻ്റെ കഥ പറയുമ്പോഴും നൈറ്റ് ഡ്രൈവ് അഭിനയിക്കാൻ കഴിയുമ്പോഴും അന്ന ഓരോ സീനിനും ഡൗട്ട്സ് ചോദിക്കും. ആ സീനിൻ്റെ മുന്നത്തെ സീനും നെക്സ്റ്റ് സീനും തമ്മിലുള്ള കണക്ഷൻസ് തന്നെ എപ്പോഴും ഇങ്ങനെ ചോദിച്ചു നോക്കും. അപ്പോൾ എനിക്ക് മനസ്സിലായത് ഭയങ്കരമായിട്ട് സിനിമയ്ക്ക് വേണ്ടി മാത്രം നിൽക്കുന്നൊരു പെൺകുട്ടി. അപ്പോൾ കൽക്കിയിൽ നല്ല, അതെ, കൽക്കിയിൽ നന്നായി ചെയ്തിട്ടുണ്ട്. അല്ല, എന്നെ പ്രൂവ് ചെയ്തതാണല്ലോ. ഇവിടെ തന്നെ നമ്മൾ എത്ര സിനിമകൾ. റോഷൻ സെയിം തന്നെ. റോഷനും അന്നയും ഞാൻ ഒരേ കാറ്റഗറി പെടുകയാണ്. ഇവർ രണ്ടുപേരും വർക്കഹോളിക്കാണ്. ഇവർ രണ്ടുപേരും ഇന്നത്തെ ജനറേഷൻ റെപ്രസെൻറ്റ് ചെയ്യുന്ന ആർട്ടിസ്റ്റുകളാണ്. കാരണം അവർക്ക് ഈ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കത്തില്ല, അവർ കൃത്യമായ സംശയം അപ്പോൾ തന്നെ ചോദിച്ച് ക്ലിയർ ചെയ്യും. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയും, ചേട്ടാ അത് എങ്ങനെ ചെയ്യണം ചേട്ടാന്ന് ചോദിക്കും. അല്ലെങ്കിൽ അവർ പറയും ആ ചേട്ടാ അടിപൊളിയാണ്. എനിക്ക് രണ്ടുപേരും ഇഷ്ടപ്പെട്ട അവർ മൈൻഡ് വെച്ചുകൊണ്ടിരിക്കില്ല, അവരിങ്ങനെ ഓപ്പൺ അപ്പ് ചെയ്ത് തന്നെ സിനിമ ചെയ്യും. രണ്ടുപേരും സെയിം. അമല ഞാൻ പല ഇൻ്റർവ്യൂവിലും പറയുന്ന പോലെ, ഇപ്പം എൻ്റെ മാളികപ്പുറത്തിലെ ഡയലോഗ് തന്നെ, ഈ ദൈവം മനുഷ്യൻ്റെ രൂപത്തിൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് അവിടെ മുന്നിൽ വരുമെന്ന് പറയുന്ന പോലെ എൻ്റെ ആവശ്യമുള്ള സമയത്ത് എൻ്റെ മുന്നിൽ വന്നതാണ് അമല. കടാവർ എന്ന സിനിമ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടും അത് അഭിനയിക്കാനായിട്ടും. അപ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ മനസ്സിൽ എന്നും അമലയ്ക്ക് ആ സ്ഥാനം തന്നെ. ഞാനത് അങ്ങനെ തന്നെ ഇന്നും അന്നും ഞാൻ കൊടുത്തിട്ടുള്ളത് അങ്ങനെ തന്നെയാണ്. അഭിലാഷ് പിള്ളை എന്നെ പറ്റി ഞാനെന്ത് പറയാനായിട്ടാ, ഒരു ക്യാരക്ടർ ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറയാനില്ല. എന്ത് കാര്യം വേണം, സ്വന്തമായിട്ട് നമുക്ക് നമ്മളെ, എനിക്കറിയില്ല, എനിക്ക് എന്നെ ഒരു വില എടുത്തുവാണെങ്കിൽ ഞാൻ ആരാണെന്നോ എന്താണെന്നോ എനിക്ക് ഇന്നും മനസ്സിലായിട്ടില്ല. പക്ഷെ ഒരു കാര്യം മാത്രം അറിയാം, ഇങ്ങനെ മുന്നോട്ട് പോവും. ആ യാത്രയിൽ ഒരുപാട് പേര് നമ്മുടെ കൂടെ കാണും. അങ്ങനെ അവരെയൊക്കെ ഇങ്ങനെ കൂടെ നിർത്തണമെന്ന് ആഗ്രഹമുണ്ട്. ഇന്ദ്രേട്ടൻ എനിക്കെൻ്റെ ലക്കി ചാമാണ്. കാരണം എൻ്റെ 2 പടങ്ങളത് അഭിനയിച്ചിട്ടുണ്ട്. ഇന്നും ഞാനൊരു സിനിമ എഴുതുമ്പോൾ ഒരു കഥാപാത്രം എങ്ങനെയെങ്കിലുമൊക്കെ എഴുതി പോകുമ്പോൾ ഇന്ദ്രേട്ടൻ്റെ മുഖം വരും. അത് ഞാനിപ്പോൾ ആനശ്രീപാട് എഴുതുമ്പോഴേക്കുണ്ട്, പക്ഷേ എനിക്കത് ചെയ്യാൻ പറ്റിച്ചതുള്ളൂ. സുമതി എഴുതിയപ്പോഴും വന്നിട്ടുണ്ട്, അടുത്ത പടം എഴുതുമ്പോഴും അത് വരുന്നുണ്ട്. അപ്പം ഞങ്ങൾ ഒരുമിച്ച് ട്രാവൽ ചെയ്യും. എനിക്ക് ഇന്ദ്രേട്ടനെ ഞാൻ പറഞ്ഞില്ല, ഞാനും ഇന്ദ്രേട്ടനും പത്മകുമാർ സാറോട് ഒരു പടം അനൗൺസ് ചെയ്തിരുന്നു, വേട്ടയ്ക്കൊരു മകൻ. ഞങ്ങൾ 10ാം ഓളം കഴിഞ്ഞപ്പോൾ അനൗൺസ് ചെയ്തത്. ആ സിനിമയ്ക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതിന് ഒരു കറക്റ്റ് പ്രൊഡ്യൂസർ വരികയും അതൊരു ഹൈ മാസ് ആക്ഷൻ പരിപാടിയാണ്. അപ്പോൾ അത് നടന്നാൽ എനിക്ക് ഇന്ദ്രേട്ടൻ വെച്ചിട്ട് ആ പടം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. സുരാജ് വെഞ്ഞാറമൂട് സെയിം തന്നെ എൻ്റെ ഇഷ്ട ഹീറോസിലൊരാൾ. കാരണം ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സുരാട്ടൻ. പിന്നെ ഈ പറയുന്നത് ഇന്നും എന്തുണ്ടെങ്കിലും അപ്പം തന്നെ വിളിച്ചിട്ട് എന്താണ് അടുത്ത പരിപാടി എന്ന് ചോദിക്കുന്ന അത്രയും അടുപ്പമുള്ള ഒരാൾ. ഓക്കെ, ഇനി രാജുവേട്ടൻ ഡ്രീമാണ് എനിക്ക്. രാജുവേട്ടൻ്റെ പടം ഇപ്പം മാളികപ്പുറം ആദ്യം കേട്ടത് രാജുവേട്ടനായിരുന്നു ചെയ്യാനായിട്ട്. പക്ഷേ രാജുവേട്ടൻ അന്ന് ആടുജീവിതത്തിൻ്റെ തിരക്കും കാര്യങ്ങളും വേണ്ടത്, ഡേറ്റ്സിൻ്റെ ഒക്കെ ഇഷ്യൂ വന്നു, കോവിഡ് വന്ന് പ്രശ്നമായി. പിന്നീട് അത് ഞങ്ങൾ മാറ്റിയാണ് പിന്നീട് അത് ഉണ്ണിയിലേക്ക് എത്തുന്നത്, ഉണ്ണി അത് ചെയ്യുന്നത്. പക്ഷെ അത് ഉണ്ണി ചെയ്തപ്പോൾ അത് വേറൊരു രീതിയിലുള്ള ഡയമെൻഷനിലേക്ക് പോയി. അപ്പം അന്ന് മുതൽ ഇന്ന് വരെ ആഗ്രഹിക്കുന്നതാണ് പൃഥ്വിരാജ് എന്ന് പറയുന്ന നടൻ്റെ ഒപ്പൊരു സിനിമ. അത് ദൈവം അനുഗ്രഹിച്ചാൽ ഈ വർഷം അല്ല അടുത്ത വർഷം സംഭവിക്കും. അടിപൊളി. ദുൽഖർ സെയിം തന്നെ. ഇതൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്ന ആർട്ടിസ്റ്റുകളാണ്. പക്ഷേ DQനെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും വലിയ DQയിലേക്ക് ഉള്ളതെന്ന് വെച്ചാൽ, ഇപ്പം മമ്മൂക്കയുടെ മകൻ എന്നത് ഓക്കെ വാട്ട് എവർ ഇറ്റ് ഈസ്, അത് മാറ്റി വെച്ചാൽ പോലും ആ ഒരു ലെവലിലല്ല DQ വന്നത്. ഇപ്പോൾ സെക്കൻഡ് ഷോ എന്നൊരു സിനിമ കാണുമ്പോൾ അന്ന് മമ്മൂക്കയുടെ മകൻ ഇങ്ങനൊരു സിനിമയാണോ വരേണ്ടത്, വലിയ പടത്തിലൂടെ അല്ലേ. പക്ഷേ ആ സിനിമ കണ്ടപ്പോൾ മനസ്സിലാച്ചാൽ പുള്ളി സ്വന്തം കാലിൽ തന്നെ കയറി വരാൻ ആഗ്രഹിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് DQ നിൽക്കുന്ന ലെവലിൽ നമുക്കൊക്കെ അവിടെയൊക്കെ ആക്സസ് എന്ന് തന്നെ പറയുന്നത് തന്നെ വളരെ എങ്ങനെയെങ്കിലും അവിടെ എത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, DQയിലേക്ക് എത്തണം. അപ്പം ചില ഡ്രീം പ്രൊജക്റ്റുകൾ നമ്മൾ എഴുതുമ്പം അല്ലെങ്കിൽ ഇത് സിനിമയാണെന്ന് ആഗ്രഹിക്കുമ്പോൾ അതിൽ DQൻ്റെ ഫേസ് വരും. അപ്പം ഞാൻ വെയിറ്റിംഗ് ഫോർ വർക്ക് DQ. ഓക്കെ, ദാറ്റ്സ് ഗ്രേറ്റ്. സൈജു കുറുപ്പ്. എനിക്ക് എന്നെ തന്നെ പലപ്പോഴും ഫീൽ ചെയ്യാറുണ്ട് സഹിച്ചേണ്ട ക്യാരക്ടറിനെ. സഹിച്ചേണ്ട ഞാൻ എഴുതുന്ന സിനിമകളിലായാലും സഹിച്ചേണ്ട പലപ്പോഴും ഞാനായിട്ട് തന്നെ ഫീൽ ചെയ്യും. അപ്പോൾ
അതിനേക്കാൾ ഉപരി എനിക്ക് എൻ്റെ ഒരു ബ്രദറിനെ പോലെ. പിന്നെ ഇന്നും ഇന്ന് ഞാൻ ഒരു വിളിച്ചൊരു ചേട്ടാ എനിക്ക് അടുത്ത പടത്തിലൊരു വേഷം ചെയ്യണം, എന്താണ് വേഷം എന്ന് ചോദിച്ചാൽ നമ്മൾ ചെയ്യുന്ന അഭിലാഷ് എന്ന് പറയുന്നൊരു നടൻ, അതെന്നെ അദ്ദേഹം ട്രസ്റ്റ് ചെയ്യുന്നുണ്ടാവാം. അത് ഒരു ബ്ലെസ്സിങ് ആയിട്ട് ഞാൻ കാണുന്നു. ഇതിൽ സെറ്റിലുണ്ടായ വളരെ മെമ്മറബിൾ ആയിട്ടുള്ള ഒരുപാട് അനുഭവം ഉണ്ടാവുമല്ലോ. കാരണം ഞാൻ അറിഞ്ഞിടത്തോളം, അന്വേഷിച്ചിടത്തോളം അഭിലാഷിൻ്റെ ഒരു ക്യാരക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ ഇങ്ങനെ ഒരു മൂലയിൽ പോയിട്ട് ഇങ്ങനെ ഇരുന്ന് ഷൂട്ടിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളല്ല. അതിൽ ഇൻവോൾവ് ആവും, വളരെ പോസിറ്റീവായിട്ട് ഇൻവോൾവ് ആവുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഓർമ്മയിൽ തട്ടി നിൽക്കുന്ന അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടോ? എല്ലാ ലൊക്കേഷനിലും ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഇപ്പോൾ മാളികപ്പുറത്തിൻ്റെ ലൊക്കേഷനിലെ ഏറ്റവും വലിയ എനിക്ക് ഫീൽ ചെയ്തൊരു എൻ്റെ ഒരു മൈൻഡിനെ ഭയങ്കരമായിട്ട് തട്ടിയ അനുഭവം എന്ന് വെച്ചാൽ അതിലൊരു സീനുണ്ട്. ഈ സജിച്ചേട്ടൻ്റെ ബോഡി കണ്ടിട്ട് ഈ രമേശ് ചേട്ടൻ മാറി നിന്ന് കരയുമ്പം ഞാനാണ് ചെന്നിട്ട് നീ എന്തേ കാണിക്കുന്നത്, അവിടെ എല്ലാവരും വെയിറ്റ് ചെയ്യുന്നു വന്നേ എന്ന് പറയുമ്പോഴത്തേക്ക് രമേശ് ചേട്ടൻ പറയും അല്ല എനിക്ക് കരയണ്ടേ എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ പറയില്ല അവൻ എഴുതി വെച്ചതല്ലേ അതുപോലെ ചെയ്യുമെന്ന് പറയുന്ന സീനുണ്ട്. ഇത് ആക്ച്വലി സ്ക്രിപ്റ്റിൽ സോങ്ങിനിടയിൽ വരുന്നൊരു സീൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിന് ഡയലോഗ് വേണമെന്നില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആ സീൻ അങ്ങ് എടുക്കാം എന്ന് തീരുമാനിക്കുമ്പം രമേശേട്ടൻ ഞാൻ വന്നിട്ട് ഞാൻ എന്തെങ്കിലും പറയാം, അപ്പോൾ അത് കൗണ്ടർ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വരുന്നു, ഞാൻ വന്നിട്ട് നീ എന്തേ കാണിക്കുന്നതിന് മാറിയിരിക്കുന്നത് ചോദിക്കുമ്പോഴത്തേക്ക് രമേശേട്ടൻ ഇത് പറയുന്നു. ഇത് ഷൂട്ട് ചെയ്യണമെങ്കിൽ എനിക്ക് ഞാൻ ഭയങ്കര അത്ഭുതപ്പെട്ടത് എന്താ വെച്ചാൽ എൻ്റെ റിയൽ ലൈഫിൽ ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ മാറിയെന്ന് കരഞ്ഞപ്പം എൻ്റെ സുഹൃത്ത് വന്നിട്ട് എൻ്റെ അടുത്ത് നീ എന്തേ കാണിക്കുന്നത് അവിടെ അമ്മയച്ഛനൊക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കരയണ്ടേ എന്ന് പറഞ്ഞത് ഞാൻ ഡയലോഗ് എഴുതാതെ തന്നെ രമേശ് ചേട്ടൻ ആ ഡയലോഗ് പറഞ്ഞു. ഈ ഷൂട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു രമേശ് ചേട്ടാ ഇത് ഈ ഡയലോഗ് നിങ്ങളെവിടെ നിന്നാണ് പറഞ്ഞത്, അല്ല നീ അത് ആ മൂഡിലൊക്കെ പറഞ്ഞതാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ ഇത് റിയൽ ലൈഫ് ഞാൻ പറഞ്ഞ ഡയലോഗാണ്. അങ്ങനെയാണ് ആ സീൻ ഞങ്ങൾ അങ്ങനെ തന്നെ വെക്കാൻ തീരുമാനിച്ചത്, ഇതിങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അത് ഡയലോഗ് അടക്കം തന്നെ ഞങ്ങൾ വെച്ചത്. അപ്പോൾ അത് എന്നെ സംബന്ധിച്ച് എനിക്കത് ഭയങ്കര ഒരു സർപ്രൈസ് ആയിപ്പോയി. ഓക്കെ, അങ്ങനെ കുറേ എനിക്കും കുറേ ഞാൻ പല ഇൻ്റർവ്യൂസിൽ ശ്രദ്ധിച്ചിട്ടുള്ളതാണ് അങ്ങനത്തെ കുറേ ഇൻസിഡൻസ്. ഓക്കെ, അതുപോലെ നമ്മുടെ സ്ക്രിപ്റ്റിൻ്റെ ഡെവലപ്മെൻറ്റിനിടയിൽ ചിലപ്പോൾ ചില ആൾക്കാർ കൈയെടുത്താറില്ലേ? ഫോർ എക്സാമ്പിൾ പ്രൊഡ്യൂസർ ആവാം, ഡയറക്ടർ ആവാം, അങ്ങനെയൊക്കെ. ആ ഡിഫറൻസസ് ഒക്കെ എങ്ങനെയാണ് ഇങ്ങനെ ഇത് പോകുന്നത്? ഒരു പരിധി വരെ അത് ഹാൻഡിൽ ചെയ്യാറുണ്ട് ഞാൻ. കാരണം എനിക്ക് ശരിയെന്ന് തോന്നുന്നത് ഞാൻ ഇപ്പോൾ അഡ്വൈസ് പറയുന്ന അല്ലെങ്കിൽ സജഷൻ പറയുന്ന ആര് പറഞ്ഞാലും ഞാൻ എടുക്കും. കാരണം അത് എനിക്ക് അക്സെപ്റ്റബിൾ ആണെങ്കിൽ. അതല്ലെങ്കിൽ അതിനെ ആര് പറഞ്ഞാലും ഞാൻ സമ്മതിക്കത്തില്ല. കൺവിൻസ് ചെയ്യിക്കാൻ പറ്റുള്ള കഴിവുണ്ട് എനിക്ക്. അതായത് എനിക്കത് ഇപ്പോൾ ഞാനൊരു സീൻ എഴുതുന്നു, അതൊരു ഡയറക്ടർ വന്നിട്ട് ഇതിങ്ങനെയല്ല അത് മാറ്റി അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞാൽ എന്നെ അത് കൺവിൻസ് ചെയ്യിക്കണം അതങ്ങനെ പറയുന്നത് എന്തിനാണെന്നുള്ളത്. ഇല്ലെങ്കിൽ തിരിച്ചെനിക്ക് കൺവിൻസ് ചെയ്യാൻ അറിയാം ആ സീൻ ഞാൻ എന്തിനങ്ങനെ എഴുതിയേക്കാം എന്നുള്ളത്. ഇതുവരെ എനിക്ക് അങ്ങനെ വലിയ പ്രശ്നം ഉണ്ടായിട്ടില്ല. കാരണം എല്ലാം നമ്മളുടെ ഒപ്പം അല്ലെങ്കിൽ നമ്മൾ അതേ വേവ് ലെങ്തിൽ തന്നെ ചിന്തിക്കുന്ന ഡയറക്ടേഴ്സും പ്രൊഡ്യൂസേഴ്സാണ്. പ്രൊഡ്യൂസേഴ്സിൽ എൻ്റെ ഏറ്റവും കൂടുതൽ പടം ചെയ്തിരിക്കുന്നത് ആൻഡോ ചേട്ടനാണ്. ആൻഡോ ചേട്ടനെ വേണു സാറിനെ സംബന്ധിച്ച് ഞാൻ ആദ്യം പോയി കഥ പറയുമ്പോൾ തന്നെ അവർക്ക് ആ ഫുൾ പരിപാടി കിട്ടും. അവർ ഇന്നേ വരെ അതിൽ കൈകടത്താൻ വന്നിട്ടില്ല. ഒരു സീനിൽ പോലും ആൻഡോ ചേട്ടനോ വേണു സാറോ കൈകടത്താൻ വരില്ല. അവർ ട്രസ്റ്റ് ചെയ്യുന്നത് ടെക്നീഷ്യൻസിനെയാണ്. അപ്പോൾ അങ്ങനെ പ്രൊഡ്യൂസേഴ്സിനെ കിട്ടിയോണ്ടാവാം. അമലയാണെങ്കിൽ അങ്ങനെ തന്നെ 10ാം അളവ് ചെയ്ത് UGM പ്രൊഡക്ഷൻ അങ്ങനെ തന്നെ ഇവരൊന്നും നമുക്കങ്ങനെ ക്രിയേറ്റീവ് സൈഡ് തലയിട്ടിട്ടില്ല. പിന്നെ ഇപ്പോൾ ചില ആർട്ടിസ്റ്റുകൾ നമ്മൾ ചില സീനൊക്കെ പറയുമ്പം അല്ലാതെ ഇങ്ങനെ ചെയ്യില്ല എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പറയുന്നത് ഇതാണ് അതിൻ്റെ റീസൺ, ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറയും. അപ്പോൾ അവർക്കത് കൺവിൻസ് ആയവരത് ചെയ്യും. ഇനി അതല്ല അവർ പറയുന്നതിൽ ശരിയുണ്ടെന്ന് തോന്നിയാൽ ഞാൻ ആ സീൻ മാറ്റി എഴുതി കൊടുക്കും. അങ്ങനെ കുഴപ്പമില്ല, അത് മാറ്റി ചെയ്തു തരാമെന്ന് പറയും. മാളികപ്പുറത്തിനെ സംബന്ധിച്ച് മാളികപ്പുറത്തിൽ ഒരു സീനോ ഒരു ഡയലോഗോ പോലും അങ്ങനെ മാറ്റേണ്ടിയോ ഇതിനോ വന്നിട്ടില്ല. മാളികപ്പുറത്തിൻ്റെ കേസിൽ ഒരു സീൻ വന്നിട്ടില്ല. ബാക്കി എല്ലാത്തിലും ഈ പറയുന്നത് ചില കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും റീവർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. ഇനി ഇതിൽ നമ്മൾ മാളികപ്പുറത്തിൻ്റെ സമയത്തായ പോലും അധികം ഫ്രണ്ടിലോട്ട് വരാൻ ആഗ്രഹിക്കാഞ്ഞിട്ടാണോ എന്നറിയില്ല. ഒരാളാണ് വിഷ്ണു, അതിൻ്റെ ഡയറക്ടർ. അപ്പോൾ ഷൈ ആണോ ക്യാരക്ടർ? അല്ല, ബേസിക്കലി അവൻ ഷൈ ആണ്. കാരണം എന്ന് വെച്ചാൽ അവന് ഈ സ്റ്റേജ് ഫിയർ ഉള്ളൊരു ക്യാരക്ടറാണ്. അപ്പം ഞാൻ അവനോട് പറയടാ നീ സ്റ്റേജ് വരണം, കാരണം നീ വരാത്തപ്പം പ്രശ്നം എന്താ വെച്ചാൽ അവിടെ പോയി നിൽക്കുന്നത് ഞാനും ഉണ്ണിയും ദേവന്തൊക്കെ. അപ്പോൾ നീ മിസ്സിങ് ആണ്. അപ്പോൾ ആളുകൾ വിചാരിക്കുന്നത് ഡയറക്ടറെ മാറ്റി നിർത്തി ഒരു ഡയറക്ടർ ഇല്ലെന്ന് ചിന്തിക്കും. അപ്പോൾ അവൻ പറയുന്നത് കുഴപ്പമില്ല കേട്ടോ, ഡയറക്ടർ ഉണ്ടല്ലോ, ഡയറക്ടറുടെ പേരൊക്കെ ഉണ്ട്, അത് മതി എന്ന് പറയും. പക്ഷേ ഇപ്പോൾ അവൻ മാറി തുടങ്ങി. ഇവ അത്യാവശ്യം സ്റ്റേജിലൊക്കെ വരും. ഞാൻ തന്നെ എല്ലാ സ്റ്റേജിലും വിളിച്ചുകൊണ്ട് പോകും. എന്നിട്ട് ഞാനവിടെ ചെന്ന് ഇങ്ങനെ പറയും. അപ്പോൾ ഇവൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഒരു വലിയ സ്റ്റേജ് ചെന്നാൽ ഇവനാണ് ആദ്യം സംസാരിക്കുന്നത്. ഇവൻ പറയും എനിക്ക് സ്റ്റേജിൽ അധികം സംസാരിച്ച ശീലമില്ല, എനിക്ക് പറയാനുള്ളത് കൂടെ അഭിലാഷ് ചേട്ടൻ പറയും എന്ന് പറയും. പിന്നെ ഞാനായിരിക്കും സംസാരിക്കുന്നത്. ഇനി ഞാൻ ആദ്യം സംസാരിച്ചെന്ന് വെച്ചോ, ഇവൻ മൈക്ക് എടുത്തിട്ട് പറയും എനിക്ക് പറയാനുള്ളത് കൂടെയാണ് അഭിലാഷ് ചേട്ടൻ പറഞ്ഞത്, അപ്പോൾ എല്ലാവർക്കും നന്ദി എന്ന് പറയും. അതിൽ നിന്നൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് സംസാരിക്കുക തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ ചില ആളുകൾ എങ്ങനെയാണ്
അവർക്ക് സംസാരം കുറവായിരിക്കും, ക്രിയേറ്റീവ് ആയിരിക്കും കൂടുതലായിട്ടുള്ളത്. അപ്പം അത് വിഷ്ണു അങ്ങനെ ഒരു ക്യാരക്ടറാണ്. പക്ഷെ ബേസിക്കലി അവൻ ഭയങ്കര ഷൈ ആണ്. 10 പേരെ കണ്ടാൽ തന്നെ അപ്പം പറയും ചേട്ടാ ഇവിടെ നിൽക്കണമെന്ന് ചോദിക്കും. ഇപ്പോൾ എന്തായാലും ഒരു 2 കാര്യം കൂടി ചോദിച്ച് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്പർ 1, ഈ ഡിജിറ്റൽ ഏജ് ആണ്, നമുക്ക് എന്തും ആക്സസിബിൾ ആണ്. പണ്ടൊക്കെ ഒരു കൊറിയൻ സിനിമ കാണണമെങ്കിലോ അല്ലെങ്കിൽ ഒരു ഇംഗ്ലീഷ് ഫിലിം കാണണമെങ്കിലോ നമ്മൾ കുറേ കാസറ്റ്സും അങ്ങനത്തെ കുറേ കാര്യങ്ങളും അല്ലെങ്കിൽ കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ എപ്പോഴും ഏത് ഫിലിം വേണമെന്ന് പറഞ്ഞാൽ മതി, കിട്ടും. അങ്ങനെ ഒരു ഏജിൽ ഒത്തിരി സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് പൊട്ടിമുളയ്ക്കുന്നുണ്ട്. പലർക്കും ഇൻസ്പിറേഷനാണ്. ആ സ്റ്റോറിയിൽ ഇൻസ്പയർ ചെയ്തത് ഇന്ത്യനൈസ്ഡ് വേർഷൻ ആക്കിയൊക്കെ വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ പണ്ടൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പാടാണ്, ഈ സിനിമ അവിടെ നിന്ന് കോപ്പി അടിച്ചതാണ്, അങ്ങനെയൊക്കെ പറയാൻ പാടാണ്. അങ്ങനെ ഒരു ഏജിൽ ഇത്രയും കോമ്പറ്റീഷൻ ഉള്ള ഒരു ഫീൽഡാണ് ഈ സ്ക്രിപ്റ്റ് റൈറ്റിംഗ്. പെണ്ണുങ്ങൾ അതിൽ വരുമോ എന്നുള്ളത് നമുക്ക് ചിന്തിക്കേ വേണ്ട, അറിയില്ല. അവർ അധികം വന്ന് കാണുന്നില്ല. സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് വരുന്നുണ്ട് ഇപ്പോൾ, കുറച്ച് സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ഫീമെയിൽ ഇപ്പോൾ തന്നെ ഒരു തേരി മേരി എന്നൊരു പടം ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ റൈറ്ററും ഡയറക്ടറും പെൺകുട്ടിയാണ്, ആരതി എന്ന് പറഞ്ഞിട്ട്. അതുപോലെ ഇപ്പം റേച്ചൽ എന്നൊരു പടം ഡയറക്റ്റ് ചെയ്തേക്കുന്ന ഒരു ലേഡിയാണ്. പിന്നെ സ്റ്റെഫി മധുരമനോഹരവും ഡയറക്റ്റ് ചെയ്തു. അപ്പോൾ വരുന്നുണ്ട്. ഈ പറയുന്ന പോലെ അവരെ വിശ്വസിച്ച് സിനിമ ചെയ്യാൻ തയ്യാറായിട്ടുള്ള പ്രൊഡ്യൂസേഴ്സും ആർട്ടിസ്റ്റുകളും വരണം. അഞ്ജലി മേനൊക്കെ ഇവിടെ അത്ഭുതങ്ങൾ കാണിച്ചിട്ടുള്ള സംവിധായക എഴുത്തുകാരിയല്ലേ. അപ്പോൾ ഞാൻ ചോദിക്കാൻ വന്ന കാര്യം, ഇങ്ങനൊരു കോമ്പറ്റീറ്റീവ് വേൾഡിൽ എങ്ങനെയാണ് ഇത്രയും ഗ്രേസ്ഫുള്ളായിട്ട് നിന്നു പോകുന്നത്? 1. 2, അതിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരോട് വളരെ റിയലിസ്റ്റിക് ആയിട്ട് എന്താണ് പറയുന്നത്? അല്ല, ഇവിടെ നിലനിൽക്കുക എന്ന് പറയുന്നത് നമ്മുടെ വർക്ക് കാണിച്ചു കൊടുത്ത് മാത്രമേ നിൽക്കാൻ പറ്റൂ. നമ്മുടെ വർക്ക് കറക്റ്റായിട്ട് ചെയ്ത് അത് ഓഡിയൻസ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളിവിടെ തന്നെ കാണും. നാളെ നമ്മുടെ കണ്ടിന്യൂസ് വർക്കുകളിലൂടെ ഓഡിയൻസ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നും നമ്മുടെ സിനിമകളിലെ ഒരു ബിസിനസ് സൈഡ് ബാധിക്കുന്നുണ്ടെന്ന് തോന്നുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ റീതിങ്ക് ചെയ്യേണ്ടി വരും. എന്നെ സംബന്ധിച്ച് ഇതുവരെ ഞാൻ ചെയ്ത ഒരു സിനിമകളും ബിസിനസ് ആവാതിരുന്നിട്ടില്ല. എല്ലാ സിനിമകളും പ്രൊഡ്യൂസർക്ക് പൈസ കിട്ടിയിട്ടുള്ള സിനിമയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് നമ്മളെ വിശ്വസിച്ച് പ്രൊഡ്യൂസർമാർ വരുന്നുണ്ട്. അപ്പോൾ അത് അവർ വിശ്വസിക്കുന്നതിനെ കീപ്പ് ചെയ്യാനാണ് ഞാൻ ശ്രമിക്കുന്നത്. കാരണം നമ്മൾ ചെയ്യുന്ന സിനിമ 1 രൂപയെങ്കിലും ഇറക്കുന്നതിനേക്കാൾ കൂടുതൽ അവർക്ക് തിരിച്ചു കിട്ടണം. അങ്ങനെ സിനിമേനെ കാണുന്ന ഒരു റൈറ്ററും കൂടെ. കാരണം ഞാൻ ഒരു സിനിമ റൈറ്ററായിട്ട് മാത്രമല്ല നിൽക്കുന്നത്, ഞാൻ അതിൻ്റെ പ്രൊഡ്യൂസർ പെർസ്പെക്റ്റീവ് ചിന്തിക്കുന്ന ആളാണ്. കാരണം ഈ തിയേറ്ററിൽ ഇവർക്ക് പൈസ കിട്ടണം, അല്ലെങ്കിൽ ഇതിൻ്റെ കച്ചവടം നടക്കണം. അതിലൊക്കെ കയറി നമ്മൾ ഇടപെടാൻ ചെല്ലും. കാരണം എന്താ വെച്ചാൽ, കാരണം ഇല്ലെങ്കിൽ നാളെ ഇത് ബാധിക്കുന്ന എന്നെ തന്നെയാണെന്ന് എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യും. പിന്നെ പുതിയതായിട്ട് വരുന്നവരോട് ഞാൻ പറയുന്നത്, മറ്റുള്ളതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്ത് ക്രിയേറ്റീവായിട്ട് കാണിക്കാൻ പറ്റുമോ അവർക്ക് നിലനിൽപ്പുള്ളൂ. നമ്മൾ എല്ലാവരും ചെയ്ത് അതേ യൂഷ്വൽ ട്രാക്കിലൊരു സാധനം ചെയ്യുവാണെങ്കിൽ അത് കോമ്പറ്റീഷനല്ല, അത് നമ്മൾ എളുപ്പപ്പഴിയായിട്ട് അങ്ങ് പോകുന്ന. ഇനിയും വരുന്ന പുതിയ റൈറ്റേഴ്സിനോട് ഞാൻ പറയുന്നത്, നിങ്ങളിൽ നിന്നും ഇനി ഓഡിയൻസ് അല്ലെങ്കിൽ സിനിമ ആർട്ടിസ്റ്റുകളും ഡയറക്ടേഴ്സും പ്രൊഡ്യൂസേഴ്സൊക്കെ പ്രതീക്ഷിക്കുന്നത് സംതിങ് ഡിഫറൻറ്റ്. അങ്ങനെ ചോദിച്ചാൽ ലോകത്താകെ കുറച്ച് കഥകളേ ഉള്ളൂ. ഈ കഥകളെ എങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നുള്ളതിലാണ് വ്യത്യസ്തത. അപ്പോൾ അത് കൃത്യമായിട്ട് ചെയ്യാൻ അറിയാവുന്നവരോട് നിലനിൽക്കും. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ വരുന്നു പോകുന്ന അവസ്ഥയായിരിക്കും. ഇവിടെ നിലനിൽക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ടാസ്ക്. അത് നിൽക്കണം. സോ ടു ഓൾ ദാറ്റ് ഇമോഷൻസ്, ഇപ്പോഴും ഈ ഒരു ആൾക്കാരെക്കുറിച്ചും അല്ലെങ്കിൽ ആൾക്കാരെക്കുറിച്ചും അതിൻ്റെ സിറ്റുവേഷനെ കുറിച്ച് സംസാരിക്കുമ്പോൾ, അഭിലാഷ് പിള്ള എന്നൊരു മനുഷ്യൻ ഇമോഷണലായിട്ടും സെൻസിറ്റീവായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ ആ ഒരു ഇമോഷൻസിനെ ഡെഡിക്കേറ്റ് ചെയ്ത് നമുക്കൊരു സോങ് കൂടി പാടി നിർത്തിയാലോ? അതിനെ ഡെഡിക്കേറ്റ് ഫേവറേറ്റ് ഒരു സോങ്? അല്ല, ഫേവറേറ്റ് സോങ്സ് ഒരുപാടുണ്ട്. ഇങ്ങനെ എൻ്റെ ഇമോഷനെ കണക്ട് ചെയ്തുള്ള ഫേവറേറ്റ് സോങ്സ് എന്ന് പറഞ്ഞാൽ അത് ഞാൻ മുമ്പേ പാടിയ പാട്ട് തന്നെയാണ്. അല്ലെങ്കിൽ എനിക്ക് അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ ചോദിച്ചോട്ടെ, ഈ പ്രണയം എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്, ഫ്രണ്ട്ഷിപ്പ് എന്നൊരു കൺസെപ്റ്റ്. നിങ്ങൾക്ക് എഴുത്തുകാരോട് അത് ചോദിക്കുമ്പോൾ തന്നെ എനിക്ക് കുറച്ച് വിറയലാണ്, എന്താണ് ഇവർ പറയാൻ പോകണമെന്ന് അറിയില്ലല്ലോ എന്ന്. പ്രണയം ഫ്രണ്ട്ഷിപ്പ് രണ്ടും, ഇപ്പോൾ സൗഹൃദങ്ങളിലൂടെ പ്രണയം വരാം. എനിക്കൊന്ന് പ്രണയത്തിലൂടെ സൗഹൃദം വരുമെന്ന് എനിക്കറിയില്ല. കാരണം വെച്ചാൽ പ്രണയം വേറൊരു ഇമോഷനും. ഒരുപാട് നാൾ നമ്മൾ സൗഹൃദത്തോടെ നടന്നതിന് ശേഷം പ്രണയിക്കുക എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. കാരണം എൻ്റെ അശ്വതിയിൽ നിന്ന് ഞങ്ങൾ ഒരുപാട് നാൾ സുഹൃത്തുക്കളായിരുന്നു. അതിന് ശേഷമാണ് പ്രണയമാവുന്നത്. ഞാൻ ഇതിന് മുന്നേ ഒരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇത് രണ്ടും, ഈ പ്രണയം എന്ന് പറയുന്നത് വരുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഇത് പോകുന്നൊരു മൊമെൻ്റ് ഉണ്ട്, ഭയങ്കര പെയിൻഫുള്ളായിരിക്കും. നമ്മളത് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തവരാണ് പലപ്പോഴും ലൈഫിൽ ഫെയിലിയർ ആയി പോകുന്നത്. കാരണം പ്രണയം പോയി കഴിയുമ്പോൾ നമ്മുടെ ലൈഫ് കഴിഞ്ഞു, ഇനി നമുക്ക് മുന്നോട്ടൊന്നും ഇല്ല എന്ന് ചിന്തിക്കുന്നവരാണ് പലപ്പോഴും ചില അബദ്ധങ്ങളൊക്കെ കാണിക്കുന്നത്. അങ്ങനെ സംഭവിച്ചത് പേഴ്സണലി എനിക്കറിയാം, എൻ്റെ കുടുംബത്തിൽ തന്നെ നടന്നിട്ടുണ്ട്. അപ്പം അതേപോലെ സൗഹൃദം വരുമ്പം അത്രയും നല്ലൊരു കാര്യം വേറെയില്ല. എന്തെങ്കിലും ചെറിയ കാരണം കൊണ്ട് തമ്മിലൊരു തെറ്റിദ്ധാരണ വളർത്തി സൗഹൃദം പിരിയുമ്പം അതിൽ നിന്ന് തിരിച്ച് പുറത്തേക്ക് വരാൻ കുറേ സമയമെടുക്കും.
ഈ പക്ഷേ ഡേഞ്ചർ എന്ന് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞ കാര്യമാണ്, പ്രണയം നഷ്ടപ്പെടുമ്പോൾ. ഈ പ്രണയം നഷ്ടപ്പെടുമ്പോഴാണ് നമ്മൾ ഈ പേപ്പറിൽ വായിക്കുന്നതും അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ന്യൂസുകളൊക്കെ കണ്ടിട്ടുള്ളതും. പക്ഷെ ഇതൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒന്നിൻ്റെ അവസാനമല്ല, ഇതൊരു യാത്രയാണ്. ഒരുപാട് യാത്രക്കാർ വന്നുകൊണ്ടിരിക്കും, പൊയ്ക്കൊണ്ടിരിക്കും. ചില യാത്രക്കാർ നമ്മുടെ കൂടെ യാത്ര ചെയ്യും, അത് ചിലപ്പോൾ ലൈഫ് ലോങ് ആ യാത്രക്കാർ നമ്മുടെ കൂടെ കാണും. അല്ലാതെ ഈ പോകുന്നത് ദിസ് ഈസ് എ എൻഡ് എന്ന് ചിന്തിക്കുന്നത് വലിയ മണ്ടത്തരമാണ്. അപ്പം എപ്പോഴും ചിന്തിക്കേണ്ടത് ലൈഫിൽ നടക്കുന്ന എല്ലാം നല്ലതിന് വേണ്ടിയാണ് ചിന്തിക്കുക. ഇതൊക്കെ ഒരു പ്രീ റിട്ടേൺ സ്ക്രിപ്റ്റാണ് ലൈഫെന്ന് പറയുന്നത്. അതങ്ങനെ സംഭവിക്കണം, എന്തെങ്കിലേ കഥ തുടരത്തുള്ളൂ. അപ്പോൾ ആ കഥ മുന്നോട്ട് പോകുമ്പോൾ നമ്മളുടെ ലൈഫിൽ നിന്ന് പോയ സ്ഥാനത്ത് വേറെ ആൾ വരും എന്ന് തന്നെ ചിന്തിക്കണം. അപ്പം ഞാനിപ്പോൾ നമ്മുടെ സൗഹൃദ വലയത്തിൽ ഈ പ്രണയം ബ്രേക്കപ്പ് ആയതിനു ശേഷം കരഞ്ഞ് നടക്കുന്ന ആളുകൾ നമുക്കറിയാം. അപ്പോൾ അവരോട് നമ്മൾ സംസാരിക്കുമ്പോൾ അവർ ഇത് ഓവർകം ചെയ്യാൻ പറ്റുന്നില്ല, ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ പറയും, ഇത് എത്ര ദിവസം ഹാൻഡിൽ ചെയ്യാൻ പറ്റായിരിക്കും? കുറച്ച് ദിവസം ഇങ്ങനെ കാണും, മൈൻഡിൽ കാണും. അത് കഴിയുമ്പോൾ പതുക്കെ അത് കുറച്ചാൾ മുന്നേ നടന്നൊരു ഒരു ഇൻസിഡൻ്റായി മാറും. പതുക്കെ അത് മാറി ചിലപ്പോൾ പുതിയൊരു പ്രണയം നമ്മളിലേക്ക് വരും, പുതിയൊരാൾ വരും. അത് ചിലപ്പോൾ ഇതിനേക്കാൾ നല്ലൊരു പ്രണയമാവാം. അങ്ങനെയാണല്ലോ. ഇപ്പം ഞാനിപ്പോൾ അങ്ങനെ ഒരു ലവ് സ്റ്റോറി എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു പഴയ പ്രണയവും അതിൽ നിന്ന് ഓവർകം ചെയ്ത് പുറത്തു വരുന്നതിൻ്റെ ഒരു ബേസ് ചെയ്തിട്ടുള്ളൊരു കഥ. അത് എഴുതുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, കാരണം ഒരുപാട് പേർക്ക് റിലേറ്റ് ചെയ്യും. ഇപ്പോൾ പ്രേമം എന്നൊരു സിനിമയോട് ഇത്രയും വലിയ സക്സസ് ആയതിൻ്റെ ബേസിക് റീസൺ അത് പലർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സ്കൂൾ ടൈമിലൊരു പ്രണയവും കോളേജ് സമയത്തൊരു പ്രണയവും അതിന് ശേഷമുള്ള സീരിയസ് പ്രണയവും ഇതൊക്കെ ഒരുപാട് പേരുടെ ലൈഫ് സംഭവിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പല പ്രണയവിലാസം എന്നൊരു സിനിമ, എല്ലാ ലവ് സ്റ്റോറീസും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പം രണ്ടും നല്ല ബ്യൂട്ടിഫുൾ വേർഡ്സാണ്, ലവ് ആൻഡ് ഫ്രണ്ട്ഷിപ്പ്. ഓക്കെ, പിന്നെ ഒരു പാട്ട്. നല്ല ലവറെ കിട്ടുന്നതും നല്ല ഫ്രണ്ടിനെ കിട്ടുന്നതും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ്, ഒരു സംശയമില്ല, ഏറ്റവും വലിയ ഭാഗ്യമാണ്. അപ്പോൾ ഇത് രണ്ടും നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ചിലപ്പം നമ്മൾ അത്ഭുതങ്ങൾ കാണിച്ചുള്ളൂ. അത്രയും മൈൻഡ് ഹാപ്പി ആയിട്ട് ഒരു സ്റ്റേജ് പറയില്ല. ബിക്കോസ് അത് കോൺസ്റ്റന്റ് മോട്ടിവേഷൻ ആണത്, അതിൽ മോട്ടിവേഷൻ താഴോട്ട് വരുന്നില്ല. ഈ ലവർ എന്ന് പറയുന്നത് ഈ കല്യാണം കഴിഞ്ഞാലും നമ്മളുടെ ലവറാണ് നമ്മളുടെ വൈഫ് എന്ന് പറയുന്നത്. അവർ തരുന്നൊരു സപ്പോർട്ട് ചെറുതല്ല. അതേപോലെയാണ് ഫ്രണ്ട്സും. ഇപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഒരു ഫ്രണ്ട് എന്നുള്ളത്, ഇപ്പം നമ്മുടെ കൂടെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കൂട്ടം ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ നമ്മൾക്ക് കിട്ടുന്നൊരു മോട്ടിവേഷൻ ചെറുതല്ല. നമ്മൾ ചിന്തിക്കുന്നതോ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഇത്രയും പേര് നിൽക്കുക, ധൈര്യം ഭയങ്കരമാണ്. ഇപ്പോൾ ക്രിക്കറ്റ്, ഇപ്പോൾ വേൾഡ് കപ്പ് ക്രിക്കറ്റ് നമ്മൾ പറഞ്ഞു, ഇന്ത്യ വേൾഡ് കപ്പ് നേടി. ലാസ്റ്റ് ഓവർ ബോൾ ചെയ്യാൻ പോകുന്ന ഹർദിക് പാണ്ഡ്യയുടെ മൈൻഡ് എന്ന് പറയുന്നത് ഞാൻ ആലോചിച്ചോണ്ടാ എങ്ങനെ ആ സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യുന്ന ആലോചിച്ച് നോക്കുക. കാരണം കയ്യിൽ നിന്ന് കളി പോയാൽ ഒരു രാജ്യം മുഴുവൻ തിരിയും. അപ്പാണ് ഈ 6 ബോളിലാണ് അയാളുടെ ലൈഫ് ഇരിക്കുന്നത്. അയാൾ എറിയാൻ പോകുന്ന 6 ബോളിലാണ്. ഇതേ അവസ്ഥയിൽ തന്നെയാണ് ഓപ്പോസിറ്റ് ബാറ്റ് ചെയ്യാൻ നിൽക്കുന്ന സൗത്ത് ആഫ്രിക്കയുടെ പ്ലെയറും. ആ ബാറ്റ്സ്മാൻ മനസ്സിലും ഒരു രാജ്യം മുഴുവൻ നോക്കുകയാണ്. അപ്പോൾ ഹർദിക് പാണ്ഡ്യയ്ക്ക് അന്ന് ബോൾ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് രോഹിത് ശർമ്മ വന്ന് തോളത്തെ കൈയിട്ട് മാറ്റിയെടുത്ത് പറഞ്ഞത് 100% എനിക്ക് ഓർമ്മ പറഞ്ഞ ഒരേ ഒരു കാര്യം, ഒരു ടെൻഷനും ഇല്ലാതെ എറിഞ്ഞോ, ഇത് നമ്മൾ ജയിക്കും, നിനക്ക് പറ്റും, ഇതായിരിക്കുമല്ലോ പറഞ്ഞത്. അല്ലാതെ അവിടെ വന്നിട്ട് പുള്ളിയെ പേടിപ്പിക്കുമായിരിക്കില്ലോ, എടാ തോറ്റു കഴിഞ്ഞാൽ നാട്ടിൽ ഇറങ്ങി വണ്ടി ഓടിച്ചിട്ട് നമ്മൾ ഇടിക്കുമെന്ന് അല്ലെങ്കിലോ. അപ്പോൾ ആ മോട്ടിവേഷൻ കൊടുത്ത ക്യാപ്റ്റൻ എന്ന് പറയുന്ന ഒരു സുഹൃത്തായിട്ടാണ് ഹർദിക് പാണ്ഡ്യയോട് പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം എറിയുമ്പോൾ നമ്മൾ കണ്ടതാണ്, ഒരു ടെൻഷനിൽ അദ്ദേഹം എറിയുകയും നമ്മൾ ജയിക്കുകയും ചെയ്തു. ഇതേപോലെ ഫ്രണ്ട്സ് നമുക്ക് വന്നാൽ നമ്മളും പലതും നേടും. എനിക്കങ്ങനെ ഫ്രണ്ട്സ് ഉണ്ട്, തുറന്നു പറയാലോ. ഒരു പാട്ടും കൂടി പാടാൻ പറ്റും? ഒരു പാട്ട്, ഏത് പാട്ടാണ്? എൻ്റെ തന്നെ മാളികപ്പുറത്തിലെ നങ്ങേലിപ്പൂവ്. നങ്ങേലിപ്പൂവേ കുന്നോളം ദൂരെ ഒന്നായി പോവണ്ടേ, ചെങ്ങാതിവാവേ നിന്നോടു കൂടെ കണ്ണായി ഞാനില്ലേ, ചെറുനാട്ടുപാതകളിൽ കനവിൻ്റെ മാമലയിൽ തളരാതെ നീ ചുവടേറവേ തണലായി ഞാനരികെ, നങ്ങിലിപ്പൂവേ കുന്നോളം ദൂരെ ഒന്നായി പോവണ്ടേ, ചെങ്ങാതിവാവേ നിന്നോടു കൂടെ കണ്ണായി ഞാനില്ലേ. അർത്ഥം മാത്രമല്ല നമ്മള് കരയിപ്പിച്ചു കളയും. ഞാൻ ഈ പടത്തിന്റെ പ്രൊമോഷൻ സമയത്ത് ഞാനും വിഷ്ണുവും ആൻഡ്രച്ചേട്ടനും ഞങ്ങളൊക്കെ ആയിരിക്കും, ഞങ്ങൾ ആദ്യം പറഞ്ഞത് ഈ പടത്തിന്റെ ഈ പാട്ട് ഇറക്കി വിടുക, ഈ പാട്ടിൽ ഈ പടം ഹിറ്റാവും. അത് അങ്ങനെ തന്നെയാണ് ഞങ്ങൾ ചെയ്തതും. അത് എല്ലാവരും ഒരു എക്സ്പെക്റ്റേഷൻ ഇല്ലാതാണ് നമ്മൾ ഈ പാട്ട് ഇറക്കി വിടുന്നത്.
സെക്കൻഡ് ഡേ തേർഡ് ഡേ ആയപ്പോഴത്തേക്ക് ആളുകൾ ഇത് ഏറ്റെടുക്കാൻ തുടങ്ങി. അത് ഭയങ്കര ഒരു ഫീൽ, നൊസ്റ്റാൾജിയ. ഭയങ്കര ഫീലാണ്. അതെ, ഞാൻ ഈ പാട്ട് ആദ്യമായിട്ട് രഞ്ജൻ കേൾപ്പിക്കുമ്പോൾ വിത്തൗട്ട് മ്യൂസിക്കാണ് കേൾപ്പിക്കുന്നത്, രഞ്ജനാണ് പാടി കേൾപ്പിക്കുന്നത്. അത് കേട്ടപ്പോൾ തന്നെ നമ്മുടെ മറ്റേ മൈൻഡിൽ ഇത് ഹിറ്റാവും ഈ പാട്ട്. അവൻ്റെ എല്ലാ പടത്തിലും ഞാനത് ഫീൽ ചെയ്യാറുള്ള ആളാണ്. പാട്ടിന് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു റൈറ്ററാണ് ഞാൻ. അവിടെ എൻ്റെ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ തന്നെ ഞാൻ അതിൽ ഒരു സൈഡിൽ തന്നെ മ്യൂസിക് നോട്ട് ചെയ്ത് എഴുതി പോകും, ഇതിങ്ങനെ വേണം എന്നുള്ള സംഭവം. എനിവേ, താങ്ക് യു വെരി മച്ച്. കുറേ നാളിന് ശേഷം ഇങ്ങനെ കുറേ സംസാരിക്കുമ്പോഴല്ല ഈ ഒരു എപ്പോൾ സംസാരിച്ചാലും എന്തെങ്കിലുമൊക്കെ ഒരു ഡിഫറൻസ് പറയാനുണ്ടാവും. അപ്പോൾ വീണ്ടും വീണ്ടും നമ്മൾക്ക് ഇൻ്റർവ്യൂ ചെയ്യാൻ തോന്നുന്ന പട്ടികയിൽപ്പെടുത്താവുന്ന കുറച്ച് ആൾക്കാരേ ഉള്ളൂ. അതിലൊരാളാണ് അഭിലാഷ് എപ്പോഴും. കാരണം ഈ പറഞ്ഞ നമുക്കത് കേട്ടുകൊണ്ടിരിക്കാനൊരു രസമാണ്. പ്രശ്നം എന്താ വെച്ചാൽ ഞാൻ ഈ പറഞ്ഞ പല കാര്യങ്ങളും ഞാൻ പല ഇൻ്റർവ്യൂകളും പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ എന്താ ഇപ്പോൾ എൻ്റെ അടുത്ത് എല്ലാവരും പറയും ഇനി ഇൻ്റർവ്യൂ ചെല്ലുമ്പോൾ ഇതൊന്നും പറയണ്ട. അപ്പം ഞാൻ പറയും ഞാനിത് വീണ്ടും വീണ്ടും പറയുന്നത് എനിക്ക് വേണ്ടിയല്ല, എൻ്റെ ഇൻ്റർവ്യൂ കാണുന്ന സിനിമ ഇഷ്ടപ്പെട്ടു വരുന്ന അല്ലെങ്കിൽ സിനിമ സ്നേഹിക്കുന്ന ചെറുപ്പക്കാർക്ക് ഇത് കേൾക്കുമ്പം ഒരു ഇൻസ്പിറേഷൻ ആവണം, അല്ലെങ്കിൽ അവർക്കും അത് സാധിക്കും എന്നുള്ളൊരു തോന്നലാണ്. പിന്നെ ഞാൻ ഈ പറഞ്ഞ ബാക്കി കാര്യങ്ങളൊക്കെ ലൈഫിൽ നമ്മൾ വീണ് പോകുമ്പം നമുക്ക് അവിടെ നിന്ന് എഴുന്നേറ്റ് വരാനായിട്ട് ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുവാണെങ്കിൽ എൻ്റെ ലൈഫിലെ എക്സ്പീരിയൻസ് അവരെടുത്തോട്ടെ. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ദാറ്റ്സ് ഗ്രേറ്റ്. അത് തന്നെയാണ് ഞങ്ങൾ വീണ്ടും വീണ്ടും ഞങ്ങൾക്ക് വിളിക്കാൻ തോന്നുന്നതും. ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞാൽ അത് കഴിഞ്ഞു, ഇനി അയാൾ വേണ്ടല്ലോ മറ്റേകാലോ എന്ന് നിങ്ങൾക്ക് തോന്നലേ ഇല്ല ഒരിക്കലും. ഓക്കെ, സോ ഓൾ ദ ബെസ്റ്റ്. എല്ലാം ഇപ്പം ഈ പറഞ്ഞ തമിഴ്, കന്നഡ, തെലുങ്ക്, ഹിന്ദി, ഇനി ഇൻ്റർനാഷണൽ പ്രോജക്ട്സ് ഉണ്ടെങ്കിൽ അത് അതിലൊക്കെ കയറി ഈ പറഞ്ഞ എല്ലാ വോക്സ് ഓഫ് സിനിമയിലൂടെ നടക്കട്ടെ എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഓൾ ദ ബെസ്റ്റ് ഫോർ യു.